എല്ലാവർക്കും നമസ്കാരം. കേരള ആയുർവേദ മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ജി ശ്യാമകൃഷ്ണൻ സാറാണ്. ശ്യാമകൃഷ്ണൻ സാറിനെ ആയുർവേദ മേഖലയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 30 വർഷത്തോളം അടുക്കുന്നു സാറിൻ്റെ സർക്കാർ തലത്തിലുള്ള സേവനങ്ങൾ. അതിലുപരിയായി സാറ് ഒരു വളരെ അഗാധമായിട്ടുള്ള ആയുർവേദ പഠനത്തിൻ്റെയും ആയുർവേദ പ്രാക്ടീസിൻ്റെയും ഒരു വ്യക്തിമുദ്ര തന്നെയാണ്. സാറിനെ പറ്റി കൂടുതൽ അറിയാനും സാറ് ഈ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളും വിദഗ്ധമായിട്ടുള്ള ഇൻപുട്സും കൂടുതൽ അറിയാനായിട്ട് സാറുമായിട്ട് നമുക്കൊന്ന് സംവദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വളരെ നീണ്ട നിന്ന ഒരു സർക്കാർ സേവനത്തിന് ശേഷം റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെയാണ് സാറ് ആസ്വദിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് സർക്കാർ മേഖലയിൽ കുറേ സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കുറച്ചും കൂടി പഠനം, ഡീപ്പായിട്ടുള്ളൊരു പഠനം, അതിനൊപ്പം കുറച്ച് ഡോക്യുമെൻറ്റേഷൻ, റിസർച്ച്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയും അത് അടുത്ത ജനറേഷന് കൊടുക്കാൻ പാകത്തിന് കുറച്ച് ഡേറ്റ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ ഒരു തുടക്കം ആക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് അതിലേക്ക് വന്നിട്ടില്ല എങ്കിലും കുറച്ച് തിരക്കുകൾ കാരണം എങ്കിലും ഞാൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. കൂടുതലും പഠനവും ഗവേഷണവും ആയിട്ടാണ് കൂടുതൽ പോകാൻ താല്പര്യം. ആയുർവേദ മേഖലയിലൊരു വലിയ ആവശ്യമായി മാറിയിരിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ഒരു സൈഡിൽ സാറ് കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രാക്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നല്ലോ എന്നാണ്. അപ്പോൾ അതിൽ നിന്നും ഈ ഡോക്യുമെൻറ്റേഷനോട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ചര്യ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാതലായിട്ടുള്ള മാറ്റങ്ങൾ സാറ് വരുത്തിയിട്ടുള്ളത്? ശരിക്കും ഞാനിപ്പോൾ ഒരു 2017 മുതൽ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങി. കൃത്യമായിട്ട് 2015 മുതൽ തന്നെ തുടങ്ങി. അത് ബുക്കിലൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. ഇപ്പം ഒരു ഡിജിറ്റലായിട്ട് തന്നെ ഞാൻ 2017 മുതൽ ചെയ്ത് തുടങ്ങി. അത്രയും കുറേ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. അത് പരിമിതിയുണ്ട് അതിന്. കാരണം നമുക്ക് ഫുൾ ഡേറ്റ ഒന്നും കിട്ടില്ല. പേഷ്യൻസിൻ്റെ കൺസൾട്ടേഷൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാനത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നത് മുഴുവനും എന്നെ തന്നെ ഒരു വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട്. പിന്നെ അതൊരു ഡോക്യുമെൻ്റായിട്ട് ഇരിക്കും. എനിക്ക് തന്നെ ഒന്ന് പഠിക്കാം. ആ രീതിയിൽ ഞാൻ ഒരു കേസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഡിജിറ്റലായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും എല്ലാം വെച്ചിട്ട് വീഡിയോ അടക്കം എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും മുഴുവനും അതിന് ശേഷമുള്ള മുഴുവൻ ഇതുവരെയുള്ള ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി വിപുലമായിട്ട് ചില പ്രത്യേക രോഗങ്ങളിൽ തന്നെ കുറേ കൂടെ വിശദമായിട്ടുള്ള IVDP പോലുള്ള കണ്ടീഷൻസ് അതൊക്കെ കുറേ കൂടെ ഡീറ്റെയിലായിട്ട് ഞാൻ കേസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പൊതുവെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. സാർ, നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചു വീടിൻ്റെ പേര് ഇന്ദുകാന്തം എന്നാണ്, ഹോസ്പിറ്റലിൻ്റെ പേര് പഥ്യ എന്നാണ്. അപ്പോൾ സാറ് നേരത്തെ പറയണ്ടായി കഴിവതും എല്ലായിടത്തും ഒരു ആയുർവേദത്തിൻ്റെ ഒരു ടച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്. ഇത് ഈ ഒരു ജേർണി എങ്ങനെയാണ് തുടങ്ങിയത്? സാറ് ആയുർവേദത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? കാരണം അച്ഛനാണ് എൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയേണ്ടി വരും. അച്ഛൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അദ്ദേഹം വൈദ്യനായിരുന്നില്ല, പക്ഷേ ആയുർവേദം കുറച്ച് പഠിക്കുകയും ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് മെഡിസിൻ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു സേവനം ചെയ്തിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അച്ഛന് ആയുർവേദത്തോട് വലിയൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മേഖല മ്യൂസിക്കായിരുന്നു. അച്ഛന് ഏറ്റവും പ്രധാനം പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി തന്നെ മുഴുവനും പാട്ടുകാരാണ്. അമ്മയും പാട്ടുകാരിയാണ്. ചേട്ടൻ മ്യൂസിക് ഫീൽഡിലാണ്, ഗായകനാണ്. ജി ശ്രീറാം ഫിലിമിലൊക്കെ പാടിയിട്ടുണ്ട്. കാറ്റേ കാറ്റേ എന്നുള്ള പാട്ടൊക്കെ എൻ്റെ ബ്രദറാണ്. സാറിൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദറാണ്. പിന്നെ ചേച്ചിയും മ്യൂസിക്കാണ്. വിമൻസ് കോളേജിലെ മ്യൂസിക്കിൻ്റെ പ്രൊഫസറായിരുന്നു. അപ്പോൾ എല്ലാവരും പാട്ടുകാരാണ്. ഞാൻ മാത്രമാണ് ഇതിലേക്ക് മാറിയത്. അപ്പോൾ അച്ഛന് പാട്ട് കഴിഞ്ഞാൽ അച്ഛന് ഏറ്റവും പ്രധാനം ആയുർവേദമായിരുന്നു. ആയുർവേദ മരുന്നുകളെ കഴിക്കുകയുള്ളൂ, ഞങ്ങളെ അതേ കഴിപ്പിക്കുകയുള്ളൂ. പിന്നെ അതിലുപരി ഒരു ജീവിത രീതി എങ്ങനെ മാറ്റണം, ഇപ്പോൾ ഒരു അസുഖം വന്നാൽ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ അച്ഛന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛനൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരാളെങ്കിലും ആയുർവേദത്തിന് പഠിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിർബന്ധിച്ചിട്ടില്ല.
എനിക്കൊരു ഹിൻറ്റ് തന്നിരുന്നു. കാരണം എനിക്ക് ഈ പാട്ടിനോടൊന്നും വലിയ ഇഷ്ടമാണ്, പക്ഷേ ഇതൊരു പ്രൊഫഷനാക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛനും ആ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഫഷനിലേക്ക് പോകാവൂ എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനോട് വലിയൊരു താല്പര്യമില്ല. ഒരുപക്ഷെ എനിക്ക് അതിനുള്ള ജന്മനാ തന്നെ കിട്ടേണ്ട ഒരു കഴിവാണ്. അതില്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കും അതിലോട്ട് എന്നെ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ കുറച്ച് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്കൊക്കെ എടുത്ത് തന്ന ആയുർവേദത്തിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു പുസ്തകം അതെടുത്ത് തന്നിരുന്നു. അപ്പോൾ ഇത് ഈ പ്രൊഫഷനായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അച്ഛനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു സേവനം കൂടി ആയിരിക്കണം. വെറുതെ ഒരു ക്ലർക്കൽ ജോലിക്ക് ആവരുത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളൊരു പൊതുധാരണ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായി. കാരണം പഴയ സർജറിയെക്കുറിച്ചും ചരകനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിലോട്ട് പോയാൽ കൊള്ളാം എന്നൊരു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവനും ആയുർവേദ മരുന്നുകളെ ഉപയോഗിച്ചിരുന്നുള്ളൂ പണ്ട് മുതലേ. കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയിലെ ചീഫ് ഫിസിഷ്യനായിരുന്ന PR വാര്യരായിരുന്നു ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ. അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അപ്പം അദ്ദേഹവും അതിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അദ്ദേഹം കോട്ടയ്ക്കൽ വേണമെങ്കിൽ എനിക്ക് പിന്നെ അഡ്മിഷൻ വാങ്ങിത്തരാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ SSLC കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ആയുർവേദ്യ ഫാർമസിയുടെ കോയമ്പത്തൂർ ഇങ്ങനെ ഒരു ഗുരുകുലം മോഡലിലുള്ള ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയുകയും അച്ഛൻ തന്നെയാണ് അത് അറിഞ്ഞത്. അച്ഛനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, നല്ലതായിരിക്കും. എനിക്കും താല്പര്യമുണ്ടായി, എന്നൊട്ടും നിർബന്ധിച്ചിട്ടല്ല. അപ്പം അങ്ങനെയാണ് ആ കോളേജിൽ അഡ്മിഷന് ശ്രമിക്കുകയും കിട്ടുകയും ചെയ്തത്. അങ്ങനെയാണ് ആ ജേണി തുടങ്ങിയത്. പിന്നെ അതിനകത്ത് അച്ഛന് വലിയൊരു റോളുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തതിന് ശേഷം തന്നെ വീട്ടിൽ വരുമ്പോഴെല്ലാം ഓരോ അച്ഛൻ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഈ മരുന്ന് എന്തിന്, യോഗരാജോഗുലും കൈശോരോഗുലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ ഒരു അനാലിസിസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്കന്ന് അത് അറിയില്ല, പക്ഷേ ഞാൻ അതിനുള്ളൊരു ശ്രമം അറിയാതെ തന്നെ നടത്തിയത് കൊണ്ട് എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടു. അപ്പോൾ ഞാൻ ആ ഒരു ക്യൂറിയോസിറ്റി എനിക്കും ഉണ്ടായി, എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യം. അങ്ങനെ കുറേ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ ഞാൻ അതിൻ്റെയിലോട്ട് പോകാൻ തുടങ്ങി. ഒരു റിസർച്ച് മെൻറ്റാലിറ്റി എനിക്ക് വന്നു എന്ന് തന്നെ പറയാം. അച്ഛൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ, ഇപ്പോൾ ഇതിൽ ഇപ്പോൾ കോയമ്പത്തൂർ ആയുർവേദ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആയുർവേദ മേഖലയിൽ ജൈത്രയാത്ര നടത്തുന്ന ഒത്തിരി ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ളൊരു കോളേജാണ്. അപ്പോൾ മറ്റ് പഠന സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗുരുകുല സമ്പ്രദായം ആയിരുന്നു എന്നെല്ലാം സാറ് സൂചിപ്പിക്കേണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തായിരുന്നു? എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുണ്ടായിരുന്നോ? അതെ, ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം അതൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു, ഒരു കാടിൻ്റെ മാങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ. അവിടെ അത് മാത്രമേ ഉള്ളൂ, മറ്റൊരു സൗകര്യങ്ങളും ഇല്ല. ഒരു 20 കിലോമീറ്റർ വന്നാൽ മാത്രമേ ടൗണിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ പരിമിതികൾ വെച്ചിട്ട് നമുക്കവിടെ പഠിക്കാൻ ഉള്ള സമയവും ധാരാളമുണ്ട്. പിന്നെ അതിനുള്ളൊരു അന്തരീക്ഷമുണ്ട്. രാവിലെ യോഗ അല്ലെങ്കിൽ കളരി, അതിനുശേഷം പ്രയർ, അതിനുശേഷം പഠനം, പിന്നെ വൈകിട്ടായാലും നമുക്ക് പഠിക്കാനുള്ള സമയം. മറ്റ് ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവാണ്. സ്പോർട്സൊക്കെ ഉണ്ടെങ്കിലും പഠനത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സും നമുക്ക് ഫെസിലിറ്റീസ് കുറവായിരുന്നു പൊതുവെ. ഇപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ കിട്ടുന്ന പോലുള്ളൊരു ക്ലിനിക്കൽ എക്സ്പോഷർ അതൊക്കെ ഒത്തിരി കുറവായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്താണ് ഈ സമരത്തിനെ തുടർന്ന് ഞങ്ങൾക്ക് സർജറി ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതുപോലെ ഗൈനക്കോളജി ട്രെയിനിങ്, അതിനൊക്കെ കുറേ തടസ്സങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ടീച്ചേഴ്സ് വളരെയധികം ഒരു ബേസിക് ആയിട്ടുള്ള ആയുർവേദം എങ്ങനെ പഠിക്കണം, എന്തായിരിക്കണം നമ്മുടെ ഉദ്ദേശം എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ട് എൻ്റെ ഒരു തിയറിയെക്കുറിച്ചും ഒക്കെ കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് മുരളി സാറ്, അതുപോലെ ശശി സാറൊക്കെ നമുക്ക് എപ്പോഴും, അതുപോലെ യോഗ പഠിപ്പിച്ചിരുന്ന വാസുദേവൻ സാറ്, ഇവരൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ പോയി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ഡീപ്പായിട്ട് പഠിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആയുർവേദത്തിനോടൊരു അടുപ്പവും അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു അറിവ് അവിടെ നിന്ന് കിട്ടി. കുറച്ച് പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂർ വന്നു. അവിടെ ക്ലിനിക്കൽ എക്സ്പോഷർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും
ഞങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴും ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. കാരണം ഇതൊന്നും അല്ല, ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതിൽ ബേസിക്സ് കുറച്ച് തറവായിരുന്നു. അതുകൊണ്ട് അതിനോടൊരു പ്രതിപത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ആയുർവേദത്തിനോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാനുണ്ട് ഇനിയും എന്നൊരു അറിവോടുകൂടിയാണ് വന്നത്. അതുകൊണ്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതം, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ആ ഒരു കാലയളവ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ആയുർവേദം അല്ലായിരുന്നെങ്കിൽ മ്യൂസിക് തീർച്ചയായിട്ടും സാറിന് മുമ്പിലുണ്ടായിരുന്നൊരു പാതയായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു എക്സ്പോഷർ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ സാറിന് ആയുർവേദ ചികിത്സയിലേക്ക് സംഗീതത്തിൻ്റെ ഒരു? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ജീവിതത്തിനെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോഴും പാട്ട് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. പക്ഷേ പാട്ട് ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മറ്റെന്തെങ്കിലും മേഖലകളിലായിരിക്കും, എൻജിനീയറിങ്ങോ അങ്ങനെ എന്തെങ്കിലേക്കും പോകാനേ സാധ്യതയുള്ളൂ. കാരണം പാട്ട് എനിക്ക് അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. സാറിൻ്റെ ഈ കോൺട്രിബ്യൂഷന് കേരള സർക്കാർ ചരക അവാർഡും മറ്റുമൊക്കെ നൽകുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് പല അംഗീകാരങ്ങളും സാറിനെ തേടിയെത്തിയിട്ടുണ്ട്. സാറിന് സ്വയം മറ്റ് ഇപ്പോൾ മുഖ്യധാരയിലുള്ള ആയുർവേദ ചികിത്സകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അപ്രോച്ച് എനിക്കൊരു ഗുണം അഡീഷണലായിട്ട് തന്നിട്ടുണ്ട്, അങ്ങനൊരു ഒബ്സർവേഷൻ സാറിന് ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോഴും അന്നും ഇന്നും ഞാൻ ശ്രമിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് രോഗിക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ഞാനൊരു പ്രിൻസിപ്പിളായിട്ട് വെച്ചിട്ടുള്ളത് അതാണ്. കാരണം അതിനകത്തൊരു തിയറി ഉണ്ടാവണം, അതിന് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, അതിൻ്റെ ഒരു ലോജിക്ക് പറയാൻ പറ്റണം. ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ എന്തുകൊണ്ട് കൊടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റണം. അതുപോലെ ഒരു റിസൾട്ട് കൃത്യമായിട്ടുണ്ടാവണം. ക്ലാസിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പോയിട്ടുള്ളൂ. അപ്പോൾ വ്യത്യസ്തതകൾ കുറേ ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത്, ഞാൻ കഴിയുന്നതും ക്ലാസിക്കൽ ആയുർവേദമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പേറ്റൻറ്റ് മെഡിസിൻസ് അധികം ഞാൻ ഉപയോഗിക്കാറേ ഇല്ലെന്ന് തന്നെ പറയാം. അല്ല, ബോട്ടിൽ കഷായങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ ടാബ്ലറ്റും സൂക്ഷ്മചൂർണങ്ങളും ഒക്കെ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ഞാൻ സ്വയം നിയന്ത്രിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഞാൻ സാറ്റിസ്ഫൈഡാണ്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ പഥ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ്. അത് തിരുമുൽപ്പാട് സാറിൻ്റെ ഐഡിയ നിന്ന് കിട്ടിയതാണ്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അതും സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അതിൽ കുറച്ച് നാച്ചുറോപ്പതിയുടെയൊക്കെ ബേസ്, അതെനിക്കൊരു ട്രെയിനിങ് കിട്ടിയപ്പോഴാണ് എനിക്കത് ബോധ്യം വന്നത്. അത് സാറിനും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഞാൻ ഇന്നും പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്നാം സ്ഥാനം ഞാൻ അതിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് മിനിമം മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് മിനിമം പീരീഡിൽ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുക, റെക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഐഡിയയോട് കൂടിയാണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് സാധിക്കുന്നുണ്ട്. കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. കാരണം ഈ പൊതുവേ ഉള്ള ധാരണ, ആയുർവേദത്തിനെ കുറിച്ചുള്ള ധാരണയും രീതികളും ഒരു കൺവെൻഷനലായിട്ടുള്ള അപ്രോച്ചിനെ എതിർത്ത് കൊണ്ടുപോകുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പേഷ്യൻസിനെ അത് കൺവിൻസ് ചെയ്യാനും അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് ഈ മിനിമം മെഡിസിൻ ഉപയോഗിക്കാനും അത് റെക്കറൻസ് ഇല്ലാതെ അവർക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കൊടുക്കാനും ഒക്കെ അത് ഇത്തിരി എഫർട്ടുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഞാനതിൽ സാറ്റിസ്ഫൈഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട്, ശരിക്കും വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല അതിനെ, ശരിക്കും അതാണ് ആയുർവേദത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ വ്യത്യസ്തമാണെന്ന് പറയേണ്ടി വരും. അല്ല, ഒരർത്ഥത്തിൽ സാറ് കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത് ആയുർവേദത്തിലെ രണ്ട് ധ്രുവങ്ങളാണെന്ന് പറയാം. ഒന്ന് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, രണ്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ ഇത് സാറിൻ്റെ ഒരു പ്രാക്ടീസിലൂടെ സാറ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ടും പോസിബിളാണ്, അല്ലെങ്കിൽ അത് ഒരുമിച്ച് കൊണ്ടുപോകൽ സാധ്യമാണ് എന്നുള്ളത്. സാറ് സൂചിപ്പിക്കുകയുണ്ടായി ഇത് പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒന്നിപ്പോൾ കൂടി വരികയാണെന്നുള്ളത്. അതിൽ ഇപ്പോൾ ഞാൻ കരുതുന്നത് അതിൻ്റെ അകത്തൊരു വലിയ ശതമാനം ഇപ്പോൾ സാറിൻ്റെ ഒരു തലമുറയ്ക്ക് ഇപ്പോൾ അച്ഛനിലൂടെയാണ് സാറിന് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി ആയുർവേദത്തിലേക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു എക്സ്പോഷർ കിട്ടുന്ന തലമുറ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ കൺവിൻസിങ് പാർട്ട് രോഗികളെ, അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവാം എന്ന് കരുതി സാറിനെ അപ്രോച്ച് ചെയ്യുന്നവരെ
സാറ് കൺവിൻസ് ചെയ്യാൻ സാധാരണഗതിയിൽ എന്തൊക്കെയാണ്, ലൈക്ക് ഒരു ചലഞ്ച് എന്തൊക്കെയാണ്, സാറിൻ്റെ ഒരു മെത്തേഡ് എന്താണ് അതിൽ? ചലഞ്ച് ഞാൻ കരുതുന്നത് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അധികം അവർക്ക് വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാറില്ല, പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ അവർ പല സിസ്റ്റംസും അതുപോലെ പലതരം ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്ത് ഫെയിലിയറായിട്ടായിരിക്കും ഭൂരിഭാഗം പേരും വരുന്നത്. അപ്പോൾ അത് തന്നെ അവരെ കൊണ്ട് ഞാൻ ഒരു റിവ്യൂ നടത്തുകയാണ് ഞാൻ സാധാരണ ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്തുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത്, എവിടെയാണ് പ്രശ്നം എന്നൊരു അനാലിസിസ് അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അവർക്ക് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. കാരണം ഇതുവരെ ഏറ്റവും മികച്ച ചികിത്സയും മികച്ച ഡോക്ടർമാരും ചികിത്സിച്ചിട്ടും എന്തുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള, അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ട് റെക്കറൻസ് വരുന്നു, ഇത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അവർ തന്നെ ഏകദേശം ഒരു ധാരണയിലെത്തും. പലപ്പോഴും നമുക്കവരെ ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ, പക്ഷെ അത് അനുഭവിച്ച് കഴിയുമ്പോൾ അവർക്കത് കൺവിൻസ് ആവുന്നുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ കാലയളവിൽ കുറച്ച് മെഡിസിൻസ് കൊണ്ട് അവരുടെ രോഗം മാറുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു നല്ല ഓപ്ഷനാണെന്നുള്ളത്. അത്തരത്തിലാണ് ഞാൻ കൂടുതലും ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം വരുന്നവർക്ക്, പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേര് റെഫർ ചെയ്ത് വരുന്നവരോ അല്ലെങ്കിൽ പേഷ്യൻസിന് റിലീഫ് കിട്ടിയവർ പറഞ്ഞിട്ട് വരുന്നവരോ ആയിരിക്കും, അല്ലാതെ വരുന്നവർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏകദേശം ഒരു ധാരണയോടുകൂടി ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. വളരെ കുറച്ച് പേരെ മാത്രമാണ് അത് പറ്റാതെ വരാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു കാതലായ വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്സ് ആണ് ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നം. പക്ഷാഘാതം തുടങ്ങി പല രീതിയിലുള്ള ന്യൂറോ പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ അടുത്ത് പൊതുവെ രോഗികൾ വരാറുണ്ട്. അതിൽ സാറിൻ്റെ ക്ലിനിക്സിൽ സാറിനൊരു ഏകദേശം നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഇങ്ങനെ ഒരു ന്യൂറോളജി കണ്ടീഷൻസിനോട് പ്രയോറിറ്റി ഉണ്ട്? മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പലതും വരും. ഇപ്പം മൈഗ്രെയിൻ പോലുള്ള ഹെഡേക്സ് മുതൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 40% അത്തരം കേസുകൾ തന്നെയാണ് വരുന്നത്. അതുപോലെ സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ്, പാർക്കിൻസൺസ്, അതുപോലെ അറ്റാക്സിയ പോലുള്ള കണ്ടീഷൻസ്, MND, ഇങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് അത്തരത്തിലുള്ള കേസുകൾക്കൊരു വർധനവോ മറ്റോ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വർധനവ് എന്ന് പറയാൻ പറ്റില്ല. പഴയതിൽ നിന്ന് വലിയൊരു ചേഞ്ചൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് വരുന്ന കേസുകളിൽ അത്തരം കേസുകൾ ഒരു 40% വരാറുള്ളൂ. എങ്കിലും അതിനൊരു വർധനയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എങ്കിലും പൊതുവെ ഇത്തരം അസുഖങ്ങൾ കൂടുതൽ തന്നെയാണ്. തീർച്ചയായിട്ടും സമീപകാലത്ത് ഇപ്പോൾ നമുക്കൊരു പാൻഡമിക് കടന്നുപോയൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട്സ് പല വശങ്ങളിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് അതിൻ്റെ ഒരു വിക്ടിം കൂടിയാണ്. അതായത് COVID-19 ശേഷമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ മറ്റോ ഒക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കൂടുന്നു, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്തിട്ടുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അത്തരത്തിലുള്ള കേസുകൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ സഫർ ചെയ്യുന്നവരുണ്ട്. നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണത്. അത് പ്രധാനമായിട്ട് ഈ പറയുന്ന പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. അതുപോലെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു അപ്രോച്ച് മാറണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ്. നമ്മൾ കൺവെൻഷൻ വരുന്ന രോഗികളെ അനലൈസ് ചെയ്യുമ്പോൾ അവർ കഴിച്ചിരിക്കുന്ന മരുന്നുകളും എല്ലാം നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അപ്രോച്ച് ഒന്ന് മാറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം നമ്മൾ ഈ സിംറ്റമാറ്റിക്കായിട്ട് മാത്രം അനലൈസ് ചെയ്യുന്ന രീതി മാറണം. ഇപ്പം നമ്മൾ അതാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. സിംറ്റം നോക്കിയിട്ട് അതിനനുസരിച്ച് മരുന്ന് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഉപരിയായിട്ട് ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംറ്റം അനലൈസ് ചെയ്യണം, പക്ഷേ അതിൻ്റെ പുറകിലുള്ള സംപ്രാപ്തിയും കൂടെ കണക്കാക്കണം. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അത് മോഡേൺ ആയിട്ടുള്ള ഒരു പാത്തോളജി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സമാനമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് തെറ്റായ രീതിയാണ്. അതാണ് നമ്മുടെ ഫെയിലിയറിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇപ്പോൾ കോവിഡിൻ്റെ ആയാലും ഏത് മോഡേണായിട്ട് വരുന്ന മോഡേൺ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഭൂരിഭാഗം രോഗികളിലും കാണുന്ന പ്രശ്നം അതാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും.
നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന ഉപശയ അനുപശയങ്ങൾ നോക്കിയാൽ തന്നെ അത് വളരെ എവിഡൻ്റാണ്. കാരണം എന്തുകൊണ്ടാണ് അനുപശയം ഉണ്ടായത് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ഈ സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടി കൊടുക്കുന്ന സപ്രസൻസാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്, കോവിഡ് അടക്കമുള്ള ഇതിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ ഒരു ജനറൽ ഒരു സംപ്രാപ്തി കിടപ്പുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഇഷ്യൂ മുഴുവനും ഉണ്ടാകുന്നത്. അത് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതിനൊപ്പം ഇത്തരം ഒരു ഫോറിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിൽ വരുന്നു, അതിനെ നമ്മൾ ആമമെന്നോ ഒക്കെ കണക്കാക്കേണ്ടി വരും. എന്ത് ശരീരത്തിന് പറ്റാത്ത എന്ത് വസ്തുവായാലും, ഈവൻ അത് മെഡിസിൻ ആയാലും ഒരു വൈറസിൻ്റെ ഭാഗമായാലും അതിനെ ഒരു ആമമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ഓൾറെഡി ആമമുണ്ട്. ഇന്ന് കാണുന്ന ആൾക്കാരിൽ ആമമില്ലാത്തവരില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കോൺസെപ്റ്റുകൾ മാറണം എന്ന് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ആമത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു ക്രോണിക് ഡിസീസ് ആണെങ്കിൽ ആമമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ധാതുഗത ആമമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ കോവിഡ് അടക്കമുള്ളതിൽ സംഭവിക്കുന്നത് രസത്തിൽ വരുന്ന ദുഷ്ടിയാണ്. രസധാതുവിൻ്റെ ദുഷ്ടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കി ചികിത്സിക്കുമ്പോൾ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇഷ്യൂ ഇതാണ്. ഈ ആമത്തിന് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ എല്ലാം മാറും. നമ്മളതിനെ കൂടുതലും ക്രോണിക്കാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടായതാണ്, ഉദർക്കമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ വാതവ്യാധിയുടെ ചികിത്സകളിലേക്കാണ് പോകുന്നത്. അവിടെയാണ് തെറ്റ് പറ്റുന്നത്. ഉദാഹരണം ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രസ് ആണെങ്കിലും അതിനെ നമ്മൾ ഉടൻ തന്നെ വാതകഫജമായൊരു രോഗമായിട്ട്, കാരണം സ്പ്യൂട്ടം വരുന്നുണ്ട്, അതുകൊണ്ട് അത് കഫമാണെന്ന് കരുതിയിട്ട് ദശമൂലകടത്രയും പോലുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം വാദപൈത്തിക സ്വഭാവമുള്ള കണ്ടീഷൻസാണ്. അതിനകത്ത് ആമത്തിനെ പരിഗണിക്കണം. ഇത്തിരി വൈരുദ്ധ്യമുള്ളതാണ്, പക്ഷെ സൂക്ഷിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വ്യത്യാസം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇവർ വളരെയധികം സഫർ ചെയ്തിരുന്നത് പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് സാറ് കായ ചികിത്സ പോസ്റ്റ് ഗ്രാജുവേഷനുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മളൊരു എന്താ പറയുക, ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ച് പോകുന്നത് വാതവ്യാധി എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അഗ്നിയുടെ ഒരു പരിഗണന നമ്മൾ സിസ്റ്റം അന്യേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശാസ്ത്രത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. വാതവ്യാധിയുടെ ചികിത്സയിൽ ആദ്യം പറയുന്നത് ഇത്തരമുള്ള ആവരണത്തിനെയും ആമത്തിനെയെല്ലാം മാറ്റിയിട്ട് ചികിത്സിക്കാൻ തന്നെയാണ് പറയുന്നത്. കേവലവാതികമാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ ചെയ്യാൻ പറയുന്നത്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം സ്നേഹസ്വേദങ്ങൾ ചെയ്ത് അസുഖം അത് മാറാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. ആമത്തിൻ്റെ പ്രാധാന്യം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഷഡ്ധരണം തന്നെ പറയുന്നത് വാതവ്യാധിയിലാണ് പറയുന്നത് ശുശ്രുതൻ. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണത്തിനെ വെച്ചിട്ട് ചികിത്സിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളിന്ന് നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതും നമ്മൾ ഏറ്റവും ചികിത്സിക്കാതിരിക്കുന്നതായിട്ടുള്ളൊരു മേഖല വാതവ്യാധിയിലെ ആവരണങ്ങളാണ്. അതെന്തോ വലിയൊരു സംഭവമാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് പലരും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അതല്ല. നമ്മളിന്ന് ചികിത്സിക്കുന്നതിൽ ഒരു 95% ആവരണങ്ങളാണ്. ഏത് രോഗം നോക്കിയാലും, ഇപ്പോൾ ജ്വരത്തിൽ തുടങ്ങി ശ്വാസമായാലും വാതശൂണിതമായാലും വാതവ്യാധി ആയാലും ഏതെടുത്ത് നോക്കിയാലും മുഴുവൻ ആവരണങ്ങൾ തന്നെയാണ്. ആവരണങ്ങളെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് ശരിക്കും. പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഈ വാതവ്യാധിയിൽ അതാണ് ഏറ്റവും പ്രധാനം. ആവരണങ്ങളാണ് മുഴുവനും. അപ്പോൾ അതിൽ കാണുന്ന ലക്ഷണങ്ങൾ ഒരു പക്ഷേ വാദത്തിൻ്റെ ആയിരിക്കും, പക്ഷേ അവിടെ ഡയറക്റ്റായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ നേരെ വിപരീത ഫലം ഉണ്ടാകും. അല്ലെങ്കിൽ സിംറ്റമാറ്റിക്കായിട്ട്, അതാണ് ഏറ്റവും അപകടം. സിംറ്റമാറ്റിക്കായിട്ട് ചികിത്സിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ സാമാന്യമായിട്ട് മാറി നിൽക്കും, രോഗം ഗുരുതരമാവുകയും ക്രോണിക്കായി മാറുകയും ചെയ്യും. അവിടെ ആവരണത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും പറ്റും. സാർ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും പിന്നീട് അപ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് പ്രാക്ടീസിലേക്കും പലരും ഉപയോഗപ്പെടുത്തുന്നില്ല ഈ ആവരണത്തിൻ്റെ കൺസെപ്റ്റ്. ഇത് അപ്പോൾ ഈ ഒരു തത്വം സാറിന് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു മേഖല സാറിന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയോ, അല്ലെങ്കിൽ ഇതാണ് ആവരണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് സാറിന് ഷെയർ ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും. അത് അതിന് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ അനുപശയം മാത്രം നോക്കിയാൽ മതി. അതാണ് നമുക്ക് ഏറ്റവും എവിഡൻ്റായിട്ട് കിട്ടുന്ന സാധനം. കാരണം പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ ആ അനുപശയങ്ങൾ വളരെ എവിഡൻ്റാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇത്തരം ചികിത്സകൾ ആവശ്യമില്ല എന്ന്
ഏറ്റവും മനസ്സിലാക്കാനുള്ള കാര്യം അതാണ്. കാരണം അതിന് മുമ്പ് ചെയ്ത ചികിത്സകൾ അനലൈസ് ചെയ്താൽ പലരും അത് ചെയ്യാറില്ല. അതോടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു ആയുർവേദ ചികിത്സ ചെയ്തു അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അനുപശയം. അപ്പോൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആവരണത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. ഇത് ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിലേക്കും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പലരും നമ്മൾ പ്രത്യേകിച്ച് ആ കേസിനെ പറ്റി വലിയ ധാരണ ഇല്ലാതെ വരുമ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷനിലൂടെയാണ് ഈ അനുപശയം നടത്തുന്നത്. ഡയഗ്നോസിസിൻ്റെ പാർട്ടാവണം എന്നാണ് സാറ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ രീതിയിലും അതിൻ്റെ ഒരു പ്രസൻസ് ധാരാളമുണ്ട്. ഇപ്പോൾ ആവരണം പോലത്തെ വിഷയങ്ങൾ ഒരു പരിധി കൂടുതൽ പഠിക്കാനോ പഠിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ഇപ്പോൾ മോഡേൺ ക്ലിനിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങൾ, ഇപ്പോൾ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനെ സംബന്ധിച്ച് ഇതൊരു വളരെ കാതലായ ഒരു ഭാഗമാണ് ഡയഗ്നോസിസിലേക്ക് അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ശാസ്ത്രത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള ആ ഒരു മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല, ആ ഒരു ഓർഡറിലല്ല പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗനിർണയങ്ങൾക്ക് നമുക്ക് ഈ മോഡേൺ ക്ലിനിക്കൽ എക്സാമിനേഷൻ എത്ര കണ്ട് സഹായകമാണ്? അതിൻ്റെ ഒരു ആഴത്തിലുള്ള പഠനം, അതിൻ്റെ പ്രാക്ടീസിലുള്ള ഒരു റെക്കറൻസ്, അതൊക്കെ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്ക് അതൊന്നും ആയുർവേദം ഡിനേ ചെയ്യുന്നതേ ഇല്ല. കാരണം ഏതെല്ലാം മാർഗത്തിലൂടെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് മുഴുവൻ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊരു തടസ്സമേ അല്ല. മോഡേൺ ടെക്നിക്സ് ഉപയോഗിക്കുന്നതോ ഡയഗ്നോസിസ് ചെയ്യുന്നതോ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് അതൊക്കെ വളരെ ആവശ്യമാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും ആവശ്യമാണ്, നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ ശാസ്ത്രത്തിൽ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ത്രിദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ദോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കണമെന്നില്ല. വാദത്തിൻ്റെ പഴയ പുസ്തകങ്ങളിൽ വാദത്തിൻ്റെ 5 തരങ്ങൾ, അതുപോലെ പിത്തത്തിൻ്റെ 5, കഫത്തിൻ്റെ 5 ഒന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്ന പുസ്തകങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ സമാസത എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വ്യാസത നമുക്ക് എന്ത് വേണോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ വികല്പങ്ങൾ നമ്മൾ ഏറ്റവും വികല്പ സംപ്രാപ്തി എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വാദം കോപിച്ചത്, അതിൻ്റെ ഏത് ഘടകമാണ്, എങ്ങനെയാണത് കോപിച്ചത്, ഇതെല്ലാം പരിഗണിക്കണം എന്ന് തന്നെയാണ് പറയുക. ഈ എളുപ്പത്തിന് വേണ്ടി ചുരുക്കി പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അതിനെ വിപുലപ്പെടുത്താനുള്ള എല്ലാ അവകാശവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയും ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ശാസ്ത്രം ഇല്ല സത്യത്തിൽ. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്കതിന് കുറച്ച് പരിമിതിയുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷനൊന്നും നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റില്ല, വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡയഗ്നോസിസിൽ എത്തുന്നത് വരെ തീർച്ചയായിട്ടും മോഡേൺ ടെക്നിക്സ് ഉപയോഗിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പലതും മാസ്ക് ചെയ്ത് വരുന്ന രോഗങ്ങളാണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതിന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ മോഡേൺ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഉപയോഗപ്പെടുത്താം. ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ MRI പോലുള്ള സങ്കേതങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ നമ്മൾ എവിടെയാണ് നമ്മളത് ആയുർവേദത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് നമ്മുടേതായ രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനകത്ത് നമുക്ക് പിഴവ് പറ്റുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് മോഡേൺ ആയിട്ടുള്ള ഡയഗ്നോസിസ് വരെ എത്തുകയും അതിന് ജസ്റ്റ് അതിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതല്ല വേണ്ടത്. നമ്മുടേതായ രീതിയിലേക്ക് അതിൻ്റെ ഒരു സംപ്രാപ്തി നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് അതിനാണ് ചികിത്സിക്കേണ്ടത്. മോഡേൺ സംപ്രാപ്തി വെച്ചിട്ട് ആയുർവേദ മരുന്ന് കൊടുക്കുമ്പോഴാണ് ഫെയിലിയർ വരുന്നത്. നമ്മുടെ രീതി നമ്മൾ കുറേ കൂടി ഡീപ്പായിട്ട് പോയിട്ടാണ് ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ പറയുന്ന പല മോഡേണായിട്ട് പല രോഗങ്ങളുടെ, ഇപ്പോൾ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ തന്നെ പലപ്പോഴും അതിൻ്റെ എറ്റിയോളജി അൺനോൺ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും, നമുക്കതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. കുറേ കൂടി ഡീപ്പായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വ്യഞ്ജക ഹേതുക്കൾക്കാണ് നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. ട്രിഗറിങ് ഫാക്ടേഴ്സിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഉദാഹരണത്തിനൊരു കാർപ്പൽ ടണൽ സിൻഡ്രോം വരുന്നു. നമ്മളത് പറയുന്നത് അവിടെ ഒരു എഡിമ വന്നിട്ടുണ്ട്, ലോക്കലായിട്ടൊരു ടിഷ്യൂ കൺജഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നെർവിന് ഡാമേജ് വരുന്നു. അപ്പോൾ അതിനവിടെ റിലീസ് ചെയ്യുന്നു. ഇതേ ടെക്നിക്ക് വെച്ചിട്ട്, ഇതേ പാത്തോഫിസിയോളജി വെച്ചിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മളവിടെ ഒരു ലേപം ഇടുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അഗ്നികർമ്മം ചെയ്യുന്നു. ഇതല്ല നമ്മുടെ രീതി. എന്തുകൊണ്ട് വന്നു, അതിൻ്റെ പുറകിലുള്ളത് എന്താണ്, ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഇതൊരു ലോക്കൽ ഒരു പെറ്റ് ഡോഗ് ഉണ്ട് എന്ന് പറഞ്ഞു. വളരെ ക്യൂറിയസ് ആയിട്ടുള്ളൊരു പേരുണ്ട്, ഒരു
ഗുഗുലു എന്നുള്ളൊരു പേരാണ് ഇട്ടിട്ടുള്ളത്. സാറിന് ഈ ഹെർബ്സ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് ധാരാളം ആയുർവേദ സസ്യങ്ങളൊക്കെ കാണുകയുണ്ടായി. ഒരു ഹെർബ്സ് ആയിട്ട് നമ്മുടെ ഒരു ഹെർബ്സിനെ പറ്റിയിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അത് നമ്മുടെ പ്രാക്ടീസിലേക്കൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് കൂടുതൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു ജനറേഷൻ സത്യം പറഞ്ഞാൽ ദ്രവ്യഗുണത്തിലൊന്നും തീരെ ഫോക്കസ് ചെയ്യാതെ പഠിച്ച ആളാണ്. നമ്മുടെ കഴിവുറവുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട്. പക്ഷെ അങ്ങനെ ഉള്ളൊരു പ്രാഥമിക വിവരത്തിൻ്റെ ഒരു കമ്പൈലേഷൻ അത് എത്ര കണ്ട് പ്രധാനമാണ് നമുക്ക് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഡ്രഗ്സിന് പുറമെ നമ്മൾ ലോക്കലായിട്ട് കേരളത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അതുപോലെ മറ്റ് ട്രഡീഷണലായിട്ടുള്ള ആദിവാസികളെ പോലുള്ളവർ അവരുപയോഗിക്കുന്ന ഡ്രഗ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ഒരു ആയുർവേദ ബോഡിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ശരി. അപ്പോൾ അത്തരം അറിവുകൾ കമ്പൈൽ ചെയ്യുകയും അതിൻ്റെ സ്റ്റഡി നടത്തുകയും എല്ലാം വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഉള്ള മരുന്നുകളുടെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കരിക്കുലത്തിൽ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ ഡ്രഗ്സിനെ കുറിച്ചുള്ള അറിവും അതിൻ്റെ കമ്പൈലേഷനൊക്കെ അവർക്കൊരു ഈ പഴയ ഹെർബേറിയത്തിനേക്ക് അപ്പുറത്തേക്കൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അറിവ് തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ തന്നെ ഈ ദ്രവ്യഗുണത്തിലും വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഒരു പരിധിവരെ പൊതുജനങ്ങൾക്കും അത് ആവശ്യമായിട്ടുള്ളൊരു അറിവാണെന്ന് ഇപ്പോൾ ഈ അടുത്ത കുറച്ച് സാഹചര്യങ്ങൾ തെളിയിക്കുകയുണ്ടായി. ഇപ്പോൾ അരളിയെല്ലാം പത്രമാധ്യമങ്ങളിലൊക്കെ ഒത്തിരി ശ്രദ്ധ പിടിച്ചു. അപ്പോൾ അത് ഒരു വിഷമുള്ള സസ്യമാണെന്നുള്ളൊരു അവയർനെസ് ആളുകളിൽ നിന്ന് നഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ വീണ്ടും ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. സാറിനിപ്പോൾ പ്രാക്ടീസിൽ വരുന്ന ആളുകളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു അഡീഷണൽ ആവശ്യമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആയുർവേദത്തെ പറ്റിയിട്ടുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മുൻവിധികളോ മുൻധാരണകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ സാറ് സ്ഥിരം എൻകൗണ്ടർ ചെയ്യുന്ന എന്തെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻസ് സാറിന് എന്നെ ഞാൻ പറയുകയാണെങ്കിൽ ശരിയായ ധാരണകൾ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. തെറ്റിദ്ധാരണകളാണ് മുഴുവനും ഉള്ളത്. ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അത് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നേരത്തെ ഡ്രഗിൻ്റെ കാര്യം ചോദിച്ച പോലെ നമ്മളിപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് പൂവാങ്കുരുന്നിലായിട്ട് എണ്ണ മൂപ്പിച്ച് തലയിൽ തേക്കാൻ പറഞ്ഞാൽ പൂവാങ്കുരുന്നിൽ ആൾക്കാർക്ക് അറിയില്ല. അതൊരു പർപ്പടകപ്പുല്ല് അറിയില്ല, മുത്തങ്ങ അറിയില്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ ആയുർവേദ മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ അതിപ്രസരം കൊണ്ട് അതേ രീതിയിലാണ് ആയുർവേദം എന്നാണ് ആൾക്കാർ കരുതുന്നത്. അതിൻ്റെ ഒരു പോരായ്മയാണ് ഞാൻ ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത്. അവർ പലപ്പോഴും ഒരു സിംറ്റം മാത്രം പറഞ്ഞിട്ട് അതിനുള്ള മരുന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക ആശ്വാസം മതി. കാരണം അവരുടെ പരിമിതിയാണ്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ധാരണ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓസ്റ്റോ ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും. ഒരു റെക്കറൻസ് ഇല്ലാതെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അവരെപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഇത് മാറാത്ത രോഗമാണെന്ന് അവർ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ആശ്വാസം മതി എന്നുള്ള നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുകയാണ് അവർ. അതുപോലെ നമ്മളിപ്പോൾ ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് ചികിത്സിക്കുമ്പോൾ നമ്മൾ ആ മുട്ടിനെ മാത്രമല്ല ചികിത്സിക്കുന്നത്, ശരീരത്തിനെ മുഴുവനും കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ ഗട്ടിനെ ആയിരിക്കും ചികിത്സിക്കുന്നത്. ദഹനം ശരിയാകുമ്പോഴാണ് മുട്ടുവേദന മാറുന്നത്. അപ്പോൾ അതൊക്കെ ആൾക്കാരെ ധരിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് അവർ ചോദിക്കുക. ഈ രോഗമായിട്ട് എന്തിനാണ് ഇത് ബന്ധം? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരുടെ ആഹാര രീതികൾ ചോദിക്കുമ്പോൾ അവർ അസ്വസ്ഥരാവാറുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്, എനിക്ക് മുട്ടിനാണല്ലോ പ്രശ്നം എന്നൊരു ധാരണ. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ പഥ്യ എന്ന് ഈ ആശുപത്രിക്ക് പേരിട്ടത് തന്നെ. അതൊരു ഓഡ് നെയിമാണ്, ആൾക്കാർക്ക് അത്ര മനസ്സിലാവില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടെങ്കിൽ പോലും അത് പരിചയപ്പെടട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതെന്താണെന്ന് അവരൊന്ന് ചിന്തിക്കട്ടെ. പിന്നെ ഞാൻ വരുന്ന എല്ലാവർക്കും ഞാനൊരു പ്രിൻ്റഡ് ഫോം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ബേസിക് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. എന്താണ് പഥ്യം, എന്താണ് അതിന് പ്രാധാന്യം, എന്താണ്, അതുപോലെ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്. അത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം വെറുതെ ഒരു ചികിത്സകനാവരുത്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇനി രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ളത്. ചേർത്തല ഗോപാലൻ നായർ മ്യൂസിക് പ്രൊഡ്യൂസറായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയിൽ, സംഗീതജ്ഞനായിരുന്നു. ആ പാട്ടിന് വേണ്ടി മാറ്റി വെച്ച ജീവിതമായിരുന്നു. അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജും കൂടി കൺവേ ചെയ്യാനാണ് ഞാൻ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത്. കുറച്ചും കൂടി
അതിനെ വിപുലപ്പെടുത്തി ഒരു ബുക്ക്ലെറ്റായിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കുറേ ഓപ്ഷൻസ് പലരും ചോദിക്കാറുള്ളതാണ്. ജനറലായിട്ട് പറയാതെ ഞങ്ങൾ എന്ത് കഴിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഒരു കുറേ റെസിപ്പീസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള അതൊന്ന് കമ്പയർ ചെയ്ത് വരുന്ന എല്ലാവർക്കും അതും കൂടെ കൊടുക്കാം. അപ്പോൾ അവർക്ക് കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കൺവിൻസിങ്. അതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അവർ നേരത്തെ മുൻധാരണയോടുകൂടി രോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ IPയിൽ അഡ്മിഷന് ചോദിക്കുക. അതുപോലെ ദീർഘനാളുള്ള ട്രീറ്റ്മെൻറ്റ്, കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ്സ് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കാറില്ല. രോഗികൾ തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു ഞാനിവിടെ കൂടുതലും മാനേജ് ചെയ്യുന്ന IVDP പോലുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ അതിനകത്തൊക്കെ അവർ ഉടൻ തന്നെ അഡ്മിഷന് റെഡിയായിട്ട് വരുന്നവരുണ്ട്. എത്ര നാൾ വേണോ കിടക്കാം എന്നൊക്കെ പറഞ്ഞ് 2-3 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയായിട്ട് വരുന്നവരുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ കഴിയുന്നതും IP ഞാൻ വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. OPയിൽ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഞാനത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ 1-2 ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഞാൻ IVDP, അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത് തന്നെ. അതൊരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. IP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതെ, പ്രോട്ടോക്കോൾ വെച്ചിട്ട്. പക്ഷെ അത് ഞാനിപ്പോൾ മോഡിഫൈ ചെയ്തു. അതിപ്പോൾ 2 ആഴ്ചയായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു OP ലെവലിൽ തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊരു ചെറിയൊരു പൈലറ്റ് സ്റ്റഡി ഞാൻ നടത്തിയിരുന്നു IUയിൽ വെച്ചിട്ട്. ഒരു 30 പേഷ്യൻസിൽ ഞാനൊരു OP ലെവലിൽ 2 പ്രോട്ടോക്കോൾ വെച്ചിട്ട് ചെയ്തു. വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ IP ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും നമുക്കൊരു റെക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ മാത്രമേ IPയുടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഞാനത് പ്രോത്സാഹിപ്പിക്കാറില്ല. ഒരു രോഗമായിട്ട് വരുമ്പോൾ ഉടൻ തന്നെ IPയിൽ കിടത്തിയിട്ട് ചികിത്സിക്കുന്ന രീതി ഞാൻ അവലംബിക്കാറില്ല. കഴിയുന്നതും അവർക്ക് മെഡിസിൻ കൊടുത്ത് അവരെ ആ ഒരു IPയിലേക്ക് IP ട്രീറ്റ്മെൻറ്റ്സിന് അർഹരാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ അവരെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ പൊതുവെ കൺവെൻഷനലായിട്ട് ചെയ്യുന്ന പോലെ കുറേ കിഴികൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിഴിച്ചിൽ ചെയ്യുക, ഞവരക്കിഴി ചെയ്യുക, വിടുക. ഇതാണ് ഒരു കൺവെൻഷൻ ആൾക്കാരുടെ മനസ്സിലുള്ളത്. അതുപോലെ കർക്കിടക ചികിത്സ എന്നുള്ള പേരിൽ ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സ്നേഹപാനത്തിനാണ്. അപ്പോൾ പുറമേയുള്ള സ്നേഹങ്ങൾ ഏറ്റവും മിനിമം ഉപയോഗിക്കുകയും ഉള്ളിലേക്ക് മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്നേഹപാനം എന്നുള്ള പലർക്കും പേടിയാണ്. അതെ, പേടി. കാരണം ഇത് കൊളസ്ട്രോൾ കൂടുക, കോംപ്ലിക്കേഷൻസ് വരും, ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ള ചികിത്സയല്ല. പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരനുസരിക്കാറുണ്ട്. പക്ഷേ അത് നമ്മളൊരു എഫർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ തന്നെ കൊളസ്ട്രോൾ കൂടുന്നില്ല എന്ന് തന്നെയല്ലേ നമ്മുടെ? തീർച്ചയായിട്ടും അത് ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. CCRAസിൽ അത്തരം പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഡോക്ടർ ആനന്ദ് അതിലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിലും കൊളസ്ട്രോൾ കൂടുന്നില്ല എന്ന് തന്നെയാണ് തെളിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഞാൻ തന്നെ സ്വയം 2 തവണ ഞാൻ സ്നേഹപാനം ചെയ്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ പല പേഷ്യൻസിനും ഞാൻ സ്റ്റഡി നടത്തിയപ്പോൾ 100 പേഷ്യൻസിലാണ് ഞാൻ ഈ IVDPയുടെ സ്റ്റഡി നടത്തിയത്. അവരുടെ എല്ലാം അനാലിസിസ് നടത്തിയതിൽ അവർക്കൊന്നും കൂടുന്നില്ല എന്ന് തന്നെയാണ്. കൂടുന്നില്ല എന്ന് മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള കൊളസ്ട്രോൾ കുറയുകയാണ് ശരിക്കും ചെയ്യുന്നത്. അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സാധ്യാസാധ്യത പറയുന്നുണ്ടല്ലോ, സുഖസാധ്യം, കൃച്ഛ്രസാധ്യം, യാപ്യം, അനുപക്രമം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പലപ്പോഴും ആയുർവേദ ചികിത്സ എസ്പെഷ്യലി ഇങ്ങനെയുള്ള പക്ഷാഘാതം തുടങ്ങിയ ന്യൂറോ കണ്ടീഷൻസിൽ, എന്നാൽ പിന്നെ ആയുർവേദവും കൂടി ഒന്ന് നോക്കിക്കളയാമെന്നുള്ള രീതിയിൽ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മളെ രോഗികളെ അപ്രോച്ച് ചെയ്യാറ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾക്ക് രോഗിയും പലപ്പോഴും വൈദ്യന്മാരും പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു മെച്ചം അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഐഡിയലി ഇത് രോഗികൾക്ക് ആദ്യമേ ആയുർവേദം എന്നൊക്കെ ഇപ്പോൾ പ്രൊമോഷൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ ഒരു സമ്പ്രദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ട എഫേർട്സ്, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ? ഇതെന്ന് മാത്രമല്ല, പൊതുവെ ആയുർവേദത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ പൊതുവെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ആദ്യം തന്നെ മോഡേൺ മെഡിസിൻ ചെയ്യുക, അതിന് ശേഷം അവിടെ ഫെയിലിയർ ആവുമ്പോൾ പിന്നെ ആയുർവേദം ട്രൈ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരു വലിയൊരു വിഭാഗം ആൾക്കാരല്ലാത്തുള്ളവരും ഉണ്ട്. എങ്കിൽ പോലും ഭൂരിഭാഗവും
ഈ ഒരു രീതിയാണ്. അതിന് വലിയ പരിമിതിയുണ്ട്. കാരണം നമുക്ക് സാധ്യമായിട്ടുള്ള ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ മാനേജ് ചെയ്താൽ പെട്ടെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് പക്ഷാഘാതം, ഫ്രഷായിട്ടുള്ള കേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല മെച്ചം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അത് കുറേ കൂടെ കോസ്റ്റ്, ഇന്നത്തെ ഒരു കൺവെൻഷണൽ രീതി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്നേഹപാനമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിലേക്ക് പോകാറില്ല. പ്രത്യേകിച്ച് പക്ഷാഘാത രോഗികൾക്ക് സ്നേഹപാനം ചെയ്യാൻ ഒരു ധൈര്യക്കുറവ് പൊതുവേ കാണിക്കാറുണ്ട്. പേഷ്യൻസിനും ഉണ്ട്, ഡോക്ടർമാർക്കും ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി വെച്ച് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ്, ഈ പാർക്കിൻസൺസ്, ഞാനിപ്പോൾ കുറേ കേസുകൾ ചെയ്തിരുന്നു. ഫ്രഷായിട്ട് കിട്ടിയ കേസുകളിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതെ. പക്ഷേ മറ്റ് മരുന്നുകൾ തുടങ്ങിയതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതി വരുന്നതുകൊണ്ട്. സാർ ഇപ്പോൾ 30 വർഷത്തിലധികം ആയുർവേദമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് തനതായ ഒരു ശൈലി അവരുടെ പ്രിസ്ക്രിപ്ഷൻസിൽ നമുക്ക് സീസൺഡ് ആയിട്ടുള്ള വൈദ്യനിൽ ഒരു ഇതാണ്. സാറിന് അങ്ങനെയുള്ള സിഗ്നേച്ചർ ഫോർമുലേഷൻസോ പ്രിസ്ക്രിപ്ഷൻസോ എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുടെയും നല്ല ഭാഗങ്ങൾ, ഞാൻ വൈദ്യമഠം തിരുവേനിയുടെ കൂടെ നിന്ന് കുറച്ച് നാൾ പഠിച്ചിരുന്നു. അല്ല, ആറാം തമ്പുരാൻ എന്ന് പറയുന്ന പൂമുള്ളി നീലാണ്ട നമ്പൂരി സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. രാഘവൻ തിരുവൻപാട് സാറിൻ്റെ കൂടെ നേരിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ശൈലി, എൻ്റെ ശൈലി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതിന് ഞാൻ അതേപോലെ പ്രായോഗികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റേതായ കുറച്ച് രീതികൾ ഞാൻ സ്വയം ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ശൈലി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഈ സ്നേഹപാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്, പഥ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഒന്നാമതായിട്ട് പറയണം. രണ്ടാമത് സ്നേഹപാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അതാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും നമുക്കൊരു ഇന്ന് കാണുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടുന്നുണ്ട്, ഒരു 2-3 മാസം കഴിയുമ്പോൾ അത് റെക്കർ ചെയ്യുന്നു എന്നുള്ളത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്നേഹപാനം എന്ന് പറയുന്നത്. അത് ശമനമായിട്ടോ ശോധനമായിട്ടോ എങ്ങനെ ആയാലും അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ റെക്കറൻസ് ഒഴിവാകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സിഗ്നേച്ചർ എന്ന് പറയാൻ പറ്റുന്നത് പഥ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, പിന്നെ സ്നേഹപാനം. പിന്നെ ഞാൻ ഈ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറില്ല. പണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് ഞാൻ സ്വയം എന്നെ വിശകലനം ചെയ്തിട്ട് മാറ്റി ഇപ്പോൾ ഞാൻ പെയിൻ കില്ലറുകൾ ഉപയോഗിക്കാതെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അത് ഈ നമ്മുടെ തത്വത്തിൽ അധിഷ്ഠിതമായ ചികിത്സ അത് ചെയ്യുമ്പോഴാണ്, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ ഞാൻ ഏരണ്ട തൈലങ്ങൾ ധാരാളമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു പെയിൻ റിലീഫിനും അല്ലാതെ. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നു. അതും എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ബാക്കി ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഒരു മിനിമൽ ഡോസിൽ ഏരണ്ടത്തിൻ്റെ ഉപയോഗം ശരിക്കും ശാസ്ത്രത്തിൽ പറയുന്നതാണ്, പക്ഷെ നമ്മളത് പ്രായോഗികമായിട്ട് ചെയ്യാറില്ല. അതെ, പല രീതിയിൽ, അതായത് ഒരു പ്രക്ഷേപമായിട്ട്, സ്നേഹപാനമായിട്ട്, ഒരു സ്റ്റാൻഡ് അലോൺ തെറാപ്പിയായിട്ട്, പെയിൻ റിലീഫിനായിട്ട്, പിന്നെ ഒരു രസായനമായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ അതായത് ഒരു കുറച്ച് നാൾ തുടരെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല രീതിയിൽ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് തന്നെയാണ്. ക്ഷീരേണ ഏരണ്ട തൈലം വെച്ചാൽ പ്രയോഗേണ പിബേൽന്നര, അത് വാദശൂന്യത്തിൽ പറയുന്നതാണ്. അപ്പോൾ പ്രയോഗേണ പിബേൽ എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ ഒരിക്കലും ഏരണ്ട തൈലം കഴിക്കാൻ പറ്റില്ല, അത് പർഗേഷൻ ഉണ്ടാക്കി കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പോൾ പ്രയോഗേണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രായോഗിക, പിന്നെ ധൂമപാനമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അതെ മിനിമൽ ഡോസിൽ ദിവസവും ഉപയോഗിക്കാവുന്ന രീതികളാണ്. അപ്പോൾ അതിന് ഡോസ് കുറയ്ക്കാം എന്നുള്ളൊരു ഇതിൽ ഞാനൊരു ട്രയൽ നടത്തി നോക്കിയതാണ്. അപ്പോൾ വളരെ ചെറിയ ഡോസിൽ 5 ഡ്രോപ്പ് മുതൽ 10 ഡ്രോപ്പ് വരെയുള്ള അളവിൽ അത് ഉപയോഗിക്കുമ്പോൾ വളരെ പെയിൻ റിലീഫും അസുഖത്തിന് കുറവും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം എന്നുള്ള രീതിയിലും എല്ലാം വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വളരെ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. ഈ ന്യൂറോളജിക്കൽ കേസുകൾ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവെ നേരിടുന്ന ചലഞ്ചുകൾ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കേസ് ആണെങ്കിൽ അങ്ങനെയായാലും മതി, സാറിന് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വെല്ലുവിളികളുണ്ടോ ഈ ഇങ്ങനെയുള്ള കേസുകൾ? ന്യൂറോളജിക്കൽ ഡിസീസ് പൊതുവെ നമ്മുടെ ശാസ്ത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ
കൃത്രിമസാധ്യമായിട്ടുള്ള രോഗങ്ങളാണ് പൊതുവെ, ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ ഒരുപാട് മോഡേൺ മെഡിസിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ തിരസ്കരിക്കുകയല്ല, പക്ഷെ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ന്യൂറോളജിയിൽ. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അപ്രോച്ചാണ് ഏറ്റവും പ്രധാനം. അപ്രോച്ച് പ്രധാനമാണ്. അതുപോലെ നമ്മുടെ മെഡിസിൻസ്, പ്രത്യേകിച്ച് സ്നേഹപാനം, അവർക്കില്ലാത്ത ഒരു പ്രത്യേകത, മറ്റൊരു ശാസ്ത്രത്തിനും ഇല്ലാത്തൊരു യുണീക്കായിട്ടുള്ള സാധനമാണ് സ്നേഹപാനം. നമ്മുടെ ശാസ്ത്രത്തിന്, സിദ്ധയിൽ പോലും അവർ സ്നേഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്നേഹപാനം എന്നുള്ള രീതിയിലില്ല. നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്തുള്ളൊരു ശാസ്ത്രമാണെങ്കിൽ പോലും മറ്റൊരു ശാസ്ത്രത്തിലും ഈ ഒരു പ്രയോഗമില്ല. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പേടി കൊണ്ടോ ക്ലിഷ്ടത കൊണ്ടോ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അത് ന്യൂറോളജിക്കൽ ഡിസീസിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. പ്രത്യേക ആ സ്റ്റേജിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിമാർക്കബിളായിട്ടുള്ള റിലീഫ് കിട്ടും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് ശരിക്കും കിട്ടുക. അതായത് നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കേസിൽ ഒരു ഇൻകോണ്ടിനൻസും നടക്കാൻ വയ്യായുകയും അതിൻ്റെ ടിപ്പിക്കൽ സിംറ്റംസ്, വിഷൻ പോവുക, അങ്ങനെയൊക്കെ വന്നൊരു ലേഡി അവസാനം അവർക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് വന്നു. നമ്മുടെ ഈ സ്നേഹപാനമൊക്കെ ചെയ്തതിന് ശേഷം അത് അവരുടെ ബ്ലാഡർ ഇൻകോണ്ടിനൻസ് മാറി. അതുപോലെ ഒരു ഗാസ്ട്രോ പാരേസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വന്നതാണ്. അത് ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മോഡേണിൽ ഒന്നും ചെയ്യാനില്ല. അവർ IV ഫ്ലൂയിഡ് കൊടുക്കുമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ. അവർക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് തന്നെയാണ്, അതായത് ഘൃതം ലേഹമായിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് മലർപ്പൊടി ചേർത്തിട്ട് സമഘൃത സത്വപ്രാശ അഭ്യാസവും എന്ന് പറഞ്ഞ് പറയാം. അത് ഒരിടത്ത് മാത്രം, അഗ്നികളിൽ മാത്രമാണത് പറയുന്നത്, വേറെ ഒരിടത്തും അത്തരം പ്രയോഗമില്ല. അപ്പം മലർപ്പൊടി ചേർത്തിട്ട് നെയ്യ് ചെറിയ അളവിൽ പലവട്ടമായിട്ട് കഴിയും. അത് ദാഢ്യമാതി ഘൃതത്തിൽ മലർപ്പൊടി ചേർത്തിട്ട് ഞാനത് കൊടുത്ത് അവർക്ക് ആ ഛർദ്ദിലെല്ലാം പൂർണ്ണമായിട്ടും മാറി. അങ്ങനത്തെ ഇതുപോലെ ഈ ന്യൂറോപ്പതി, ബേണിംഗ് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വർഷങ്ങളോളമായിട്ടും മാറാതിരുന്ന ഒരു കാലെല്ലാം ഇങ്ങനെ പുകയുകയാണെന്ന് പറഞ്ഞ് വന്ന പേഷ്യൻ്റായിരുന്നു. അവർക്ക് ഇതുപോലെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ ആദ്യം പാചന ഔഷധങ്ങളൊക്കെ കൊടുത്ത് ഒരു കേവലവാദിക അവസ്ഥയിലാക്കിയിട്ട് മഹാനാരായണ തൈലം, നമ്മളത് പതിവ് ബാഹ്യോപയോഗത്തിനാണ് ഉപയോഗിക്കാറുള്ളത്. അത് ഉള്ളിലേക്ക് കൊടുത്തോടുകൂടി ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നു. പൂർണ്ണമായിട്ടും ചേഞ്ച് വരുത്തിയിട്ടാണ് എങ്ങനെ സേവ്യമാക്കി ഉള്ള മഹാധാരണം അല്ലല്ല, അല്ലാതെ തന്നെയാണ്. അതെ, ഞാൻ അത് എൻ്റെ സ്റ്റഡിയിലുമെല്ലാം ഞാൻ പരിമിതി കൊണ്ട് ഞാൻ അതിന് പ്രൊമോട്ട് ചെയ്യുകയല്ല. ഖരഭാഗത്തിലുള്ള തൈലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 100 പേർക്കും ഞാൻ ഈ ഖരഭാഗത്തിലുള്ള തൈലമാണ് കൊടുത്തത്. നമ്മൾ ആദ്യം തന്നെ ഈ ആവരണവും ആമൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇത് പോസിബിൾ ആണ്. അതെ, ഖരഭാഗം നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. മറ്റ് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ അത് കൊടുത്തോടുകൂടി പുള്ളിയുടെ എല്ലാ സിംറ്റംസും മാറി സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്നേഹപാനത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇത് മാറിയ ഒരുപാട് അവസ്ഥകൾ. അതുമാത്രമല്ല, ലേഹം സാറ് ഇപ്പോൾ വെളിച്ചത്തിലേക്ക് എത്തിച്ചത് വലിയൊരു കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാം. കാരണം ഈ ഗാസ്ട്രോ പാരസിസ് ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും ഇപ്പോൾ ഒത്തിരി കണ്ടുവരുന്നൊരു കണ്ടീഷൻ കൂടിയാണ്. അപ്പോൾ അതിൽ ഛർദിയുടെ അഗ്രഹമായിട്ട് പറയുന്ന ലാജയും ഔഷധയോഗമായിട്ട് പറയുന്ന മുഹുർമുഹമായിട്ടുള്ള ക്രമവും അതിൻ്റെ കൂടെ ഈ നെയ്യും ചേർത്തിട്ടുണ്ട്. പറയുന്നത് തന്നെയാണ്, ഘൃതപാനത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ പറയുന്നതാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പരിമിതികൾ വരുന്നത്. സാറിന് ഈ മനസ്സിൻ്റെ ഒരു നമ്മളിപ്പോൾ തപ്താജ് കടയോരിവ എന്നൊക്കെ സ്ഥിരം അഡ്രസ്സ് ചെയ്യുമെങ്കിലും പ്രാക്ടീസിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അതിനെ വ്യത്യസ്തമായിട്ട് നിർത്തി തന്നെയാണ് ചെയ്തു പോകാറ്. അത് അബദ്ധമാണെന്നറിയാം. പക്ഷേ എങ്കിൽ പോലും സാറിൻ്റെ ഒരു പ്രാക്ടീസിൽ സാർ ആ മൈൻഡ് ഫാക്ടർ എത്ര കണ്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യാറ്? നമുക്കൊരു വലിയൊരു പരിമിതി ആയിരുന്നു ശരിക്കും. നമ്മൾ പല ഘട്ടങ്ങളിലും വരുമ്പോഴത്തേക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മെഡിസിൻസിന് ഒരു പരിമിതി വരുന്നൊരവസ്ഥയുണ്ട് പല രോഗങ്ങളിലും. നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതൊരു മാനസിക ഘടകം ഉണ്ടെന്ന്. നമുക്കതിന് കുറച്ച് മരുന്നുകളൊക്കെ കൊടുക്കാം. അതിനകത്ത് ഈ സ്നേഹപാനത്തിന് വലിയൊരു റോളുണ്ട്. എങ്കിൽ പോലും അവരുടെ ആ ഒരു ആ ശരിയായിട്ടുള്ള ഒരു റീസൺ അത് നമുക്ക് ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ സോഷ്യൽ ഇഷ്യൂസ്, അതെ, ഫാമിലി ഇഷ്യൂസ്, ട്രിഗറിങ് ഫാക്ടേഴ്സ്, അതൊന്നും നമുക്ക് ചിലപ്പോൾ മാറ്റാൻ സാധിച്ചില്ല. അതൊരു വലിയ പരിമിതിയായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട്
ഞാൻ അതിനും ഒരു പരിഹാരം കണ്ടെത്തി. കാരണം നമ്മുടെ സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ദിലീപ് സാറിൻ്റെ ഒരു അത് ഞാൻ പഠിക്കുകയും ഇപ്പം ഞാനത് പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. വലിയൊരു പരിമിതി മാറിക്കിട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മുടെ പലതിൻ്റെയും ഒരു എക്സ്പ്ലനേഷനും കൂടെ അതിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ആമത്തിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. ഭൂരിഭാഗം കേസുകളിലും പറ്റും, ചില കേസുകളിലെങ്കിലും നമുക്കതൊരു പരിമിതി. അവർ വളരെ ചിട്ടയായിട്ടുള്ള ജീവിതമായിരിക്കും, കൃത്യമായിട്ട് വളരെ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്കും പലപ്പോഴും ആമത്തിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു മാനസിക ഘടകങ്ങൾ. അതായത് ഉപതപ്തേന ഭുക്തം ച ശോകക്രോധ ഭയാദിഭിഹി, അതൊരു ആമത്തിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഇന്ന് കാണുന്ന ഭൂരിഭാഗം രോഗങ്ങളിലും മനസ്സിൻ്റെ ഒരു ഘടകമുണ്ട്. ഈ ആമത്തിൻ്റെ ഒരു കാരണമായിട്ട് അത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ഈ വാതശോണിതം സ്പെക്ട്രം ഡിസീസിൽ ഈ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, അതുപോലെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ എല്ലാം തന്നെ ഒരു സപ്രസ്ഡ് ഇമോഷൻ്റെ ഒരു ഘടകമുണ്ട്. അതാണ് ഈ രോഗത്തിൻ്റെ കാരണം. അതാണ് ഇവരുടെ ഈ ആമം ഉണ്ടാകാനുള്ളൊരു കാരണം. അപ്പോൾ നമ്മൾ എത്ര ആമവാചനം കൊടുത്താലും ഇത് മാറ്റാത്തിടത്തോളം അത് മാറില്ല. അതിപ്പോൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, വലിയൊരു ആശ്വാസമാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ നമ്മൾ അത്ഭുതം എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള റിസൾട്ട് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ 1-2 സെഷൻസ് കഴിയുന്നതോടുകൂടി അവരുടെ സിംറ്റംസ് നമുക്ക് ആദ്യത്തെ സെഷനിൽ തന്നെ അവരുടെ വേദന മാറ്റി കൊടുക്കാൻ പറ്റും. സിവിയർ പെയിനായിട്ട് വരുന്നവരുടെ പെയിൻ മാറുന്നു അപ്പം തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും വളരെയധികം ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളത് ശാസ്ത്രത്തിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് അതിൽ അധികം പറയുന്നില്ല. ക്ലൂ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഇപ്പോൾ ജ്ഞാനവിജ്ഞാന ധൈര്യ സ്മൃതി സമാധി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യുന്നുള്ളത് സാറാണ് ഇപ്പോൾ അത് പ്രായോഗികമായിട്ട് കൊണ്ടുവന്നത്. വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. അത് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മൾ മോഡേൺ ടെക്സ്റ്റ് ബുക്സിൽ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മുടെ ഗ്രന്ഥങ്ങളില്ലാത്തതുകൊണ്ടും ആവാം. കാരണം പല രോഗങ്ങളുടെയും പത്തോഫിസിയോളജി നോക്കുമ്പോൾ ഇത് കൂടിക്കുഴഞ്ഞ് കിടക്കുന്നത്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ രാജയക്ഷ്മാവൊക്കെ നോക്കുമ്പോൾ കുറേ ഫിസിയോളജിക്കൽ സിംറ്റംസ് പറയുന്നതിൻ്റെ ഇടയിലൂടെ പാണ്യോരപേക്ഷ അല്ലെങ്കിൽ ഭക്ഷിക തൃണകേശാദിപാത സ്വസ്ഥലത്തിൻ്റെ പാർട്ടാണെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ തന്മന എന്നൊരു, അപ്പോൾ ഇതിങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടും ആവാം. പക്ഷെ ഈ ഒരു മനസ്സിനെ കരുതിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ എല്ലാ ചികിത്സയും എന്നുള്ളത് വലിയൊരു സ്ഥാനമുണ്ട്. ഈ ക്രോണിക് ആയിട്ടുള്ള പല ഡിസീസിൻ്റെയും പുറകിൽ അത്തരം ഒരു ഘടകമുണ്ട്. അത് നമുക്ക് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാറുന്നതോടുകൂടി അവരുടെ ഇഷ്യൂ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പലപ്പോഴും നമ്മുടെ ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് നേരിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ചികിത്സയുടെ ഒരു പാർട്ടാവാനോ ഒക്കെ പരിമിതികൾ കാണും. അപ്പോഴാണ് അവിടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സ് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിഭാഗത്തിൻ്റെ റെലവൻസ് വരുന്നത്. അപ്പോൾ അവരെയും വേണമെങ്കിൽ നമുക്ക് പരിചാരക എന്നുള്ളൊരു വിഭാഗത്തിൽപ്പെടുത്തി കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു രോഗിയുടെ കൂടെയുള്ള സപ്പോർട്ട് സിസ്റ്റത്തിന് ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ സാറിന് എന്തെങ്കിലും അഡീഷണൽ കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട്. കാരണം വളരെ ആവശ്യമാണ്. പലപ്പോഴും അവരുടെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ അസുഖം വന്നതുകൊണ്ടുള്ള ഒരു മെൻ്റൽ ട്രോമയുടെ ഭാഗമായിട്ട് അവർ പല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് ബൈസ്റ്റാൻഡേഴ്സിനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയും ബോധവൽക്കരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവരെ സംബന്ധിച്ച് ഈ രോഗി വല്ലാതെ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് അവർക്കതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അത് ഇതിൻ്റെ ഭാഗമാണെന്നുള്ളതും അതിന് അവർക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ സ്മൃതി മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി മാറിക്കഴിയുമ്പോൾ അവരുടെ ഫാമിലിയിൽ മുഴുവൻ ചേഞ്ച് വരുന്നുണ്ട്. കാരണം അതുവരെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പെരുമാറ്റവും മാറിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരും മാറുന്നുണ്ട്. അത് വളരെ എവിഡൻ്റായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അവരെ കൗൺസിൽ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തി മാറിക്കഴിയുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ അവരും സ്വാഭാവികമായിട്ട് മാറുന്നു, അവരുടെ പെരുമാറ്റം മാറുന്നു. അപ്പോൾ അത്തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാറുണ്ട്. സർ, ഇപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നൊക്കെ ഒത്തിരി പേര് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു വശവുമാണ്. അതായത് ഇപ്പം എല്ലാം ആയുർവേദമാകട്ടെ മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, ഇതെല്ലാം മുഖ്യധാരയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ തന്നെയാണ്. അപ്പോൾ രോഗികൾക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അറിയാം ഓരോ
മേഖലകളുടെയും പരിമിതികളും എക്സലൻസും അറിയാം. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം നമ്മൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഘട്ടം സാറിൻ്റെ പ്രാക്ടീസിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് നമുക്ക് കുറേ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഓരോരുത്തരുടെയും ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്കതൊരു വലിയ പരിമിതിയാണ്. പല രോഗങ്ങളിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു ഫെസിലിറ്റി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ബെറ്ററായിട്ട് പല കേസുകളും നമുക്ക് എടുത്ത് ചികിത്സിക്കാൻ സാധിക്കും. അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ശരിക്കുള്ളൊരു അംബിഷൻ എന്ന് പറയുന്ന അത്തരം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതുവരെ സാധിച്ചിട്ടില്ല, പക്ഷെ അത് സാധിക്കുമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് തനിച്ച് നമുക്കൊരു കേസ് മാനേജ് ചെയ്യാൻ കുറേ പരിമിതികളുണ്ടാവും. ഒരുപാട് പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂറോളജിക്കൽ ഡിസീസിലൊക്കെ നമുക്കത് വളരെ എവിഡൻ്റാണ്. ഒരുപാട് ഹെൽപ്പ് മറ്റ് സിസ്റ്റത്തിൻ്റെയും കൂടെ കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും ബെറ്ററായിട്ട് നമുക്ക് പുതിയ മേഖലകളിലേക്കും ശരിക്കും പോകാൻ പറ്റും. ഇപ്പം അതിൻ്റെ ഒരു പരിമിതി ഉണ്ടെന്നുള്ളതാണ്. അതെ അതെ, അത് പഠിക്കുന്നവരായിക്കോട്ടെ ചികിത്സകരായിക്കോട്ടെ എല്ലാ മേഖലയിലുള്ളവരും ഒരു പക്വതയിലേക്ക് എത്തേണ്ടതിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ കാലം തെളിയിക്കുന്നത്. ശരി തിരിഞ്ഞ് ന്യൂനതകളെ പറ്റി മാത്രം പഴിച്ചായിരുന്നതിന് പകരം പരസ്പരം ന്യൂനതകൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് ഒരുമിച്ച് പോകാന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഇനി ഇവോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അങ്ങനത്തെ ഇതുവരെ ഉള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവിടെ അറിയാതെ ഒരു ഡിവൈഡ് വന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷകളിലും കൂടി നമുക്ക് സംവദിക്കാൻ ഒരു സ്കില്ലുണ്ടായി വരണം. ഇന്നിപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പലപ്പോഴും മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് ഈ എക്സ്റ്റേണൽ തെറാപ്പീസ് ചെയ്യുന്ന ഒരു ഭാഗം മാത്രമായിട്ട് ആയുർവേദത്തിന്. അതങ്ങനെയല്ല. ശരിക്കും ഒരുപാട് ശരിക്കും ICUവിൽ പോലും പോയി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെച്ചപ്പെടാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിക്കേഷൻ വലിയൊരു വിഷയം തന്നെയാണ്. മോഡേൺ രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ നമ്മളൊരു എവിഡൻസ് ഒരു റിസർച്ചൊക്കെ നടത്തിയുള്ളൊരു എവിഡൻസ് കൊടുക്കാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടേതായ രീതിയിൽ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു എഫർട്ട് വേണ്ടി വരും. എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു യോജിച്ച ഒരു എഫർട്ട് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. ഈ ഒരു വിഷയം നമ്മൾ സാറ് നേരത്തെ ഒന്ന് ടച്ചപ്പ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ആക്റ്റീവായിട്ട് സാർ ആ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ 2 വഴി സ്വീകരിക്കാം. ഒന്ന്, നമ്മൾക്ക് ആയുർവേദത്തിൻ്റെ ഒരു സംവിധാനത്തിന് ഉതകുന്ന രീതിയിൽ ഈ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളിലേക്ക് ഈ സംവിധാനങ്ങളെ ആയുർവേദത്തിൻ്റെ വീക്ഷണങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു വഴിയും വേണമെങ്കിൽ സ്വീകരിക്കാം. ഇതിൽ ഏത് അപ്രോച്ചാണ് സാറ് സ്വീകരിക്കുന്നത്? ഐഡിയലി എന്തായിരിക്കണം നമ്മൾ ആ ഒരു മേഖലയിൽ സ്വീകരിക്കേണ്ട നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു റിസർച്ച് ഈ വിഷയങ്ങൾ മുഴുവനും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചികിത്സിക്കുക എന്നുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു റിസർച്ചിനുള്ളൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ റിസർച്ച് ആണെങ്കിൽ അവിടെ വരുന്ന പരിമിതി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനുള്ളൊരു ബേസിക് ഡാറ്റ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂയാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഗവൺമെൻറ്റിൽ നിന്ന് വന്നു. അതായത് എന്താണ് ASൽ ആങ്കൈലോസിങ് സ്പോണ്ടിലോസിസിൽ നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഒരു ചോദ്യം വന്നതാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ അതിനൊരു ബേസിക് സാധനം നമുക്ക് വേണ്ട ഇപ്പോൾ. അപ്പോൾ അതുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഏറ്റവും ബേസിക്കായിട്ട് പല രീതിയിലാണ് ഓരോരുത്തരും ചികിത്സിക്കുന്നത്. അത് ഓരോരുത്തരുടെ രീതികളാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള, ഏറ്റവും റെക്കറൻസ് ഇല്ലാത്ത ഇതാണ് നമ്മൾ ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ നമുക്കെല്ലാം എഫക്റ്റീവ് ആണെന്ന് എല്ലാവരും പറയും. എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയും. പക്ഷേ ആ റിസൾട്ട് എന്ന് പറയുന്നതിനൊരു ഡെഫിനിഷൻ വേണം. എത്ര നാൾ കൊണ്ട് ആർക്ക് ഏത് മരുന്ന് എത്ര നാൾ കൊടുത്തു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എത്ര നാൾ നിന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു,
അവർക്ക് അവരുടെ ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം കുറേ ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ താൽക്കാലികമായി കിട്ടുന്ന ഒരു റിസൾട്ടിനെ വെച്ചിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ബേസിക്സ് ആണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈവൻ ഗവൺമെൻറ് ലെവലിൽ തന്നെ ഡോക്ടേഴ്സിന് ചെയ്യാവുന്ന കാര്യമാണ് ബേസിക് ഡേറ്റ ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഡേറ്റ ഉണ്ടാക്കിയതിന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു സ്റ്റേറ്റിൽ തന്നെ മുഴുവൻ ഇവാലുവേറ്റ് ചെയ്യണം. എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഒരു ഏകദേശം ഒരു ബേസിക് പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തുകൊണ്ട് അതിനകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതി ഏതാണെന്ന് കണ്ടെത്തി. ഞാൻ പറയുന്ന ഒരു മെഡിസിനെ കുറിച്ചല്ല, ഒരു പ്രോട്ടോക്കോൾ, ഒരു ബേസിക് സാധനം നമുക്കുണ്ടായിരിക്കണം. അതിനകത്ത് എന്ത് വേരിയേഷനും വരുത്താം, ഇൻഡിവിജ്വൽ വേരിയേഷൻ നമുക്ക് വരുത്താം. പക്ഷേ ഇന്ന് അങ്ങനെ അല്ല പോകുന്നത്. ഓരോരുത്തരും അവർക്കൊരു ഇഷ്ടമുള്ള എന്തൊക്കെയോ ചെയ്യുകയാണ്. അത് മാറി ഒരു ബേസിക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റിസർച്ച് ചെയ്യാം. അത് ഇൻ്റർനാഷണൽ ലെവലിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇപ്പോൾ അടുത്ത അങ്ങനെ നടന്നിട്ടുണ്ട് സ്റ്റഡി. പക്ഷെ അതിനകത്തും പരിമിതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഇത്രയൊന്നും ഡ്രഗ്സ് ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അത് ഏറ്റവും കുറച്ച് വളരെ കൃത്യമായിട്ട് മോഡേണായിട്ട് പറയുന്ന ഒരു പ്രത്യേക കണ്ടീഷനിൽ അതിനകത്ത് നമ്മുടേതായ വേരിയബിൾസിനെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ ഒരുപാട് വേരിയബിൾസ് വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. അതിനകത്തുള്ള വികല്പങ്ങൾ നമുക്കെടുത്തിട്ട് ആ വികല്പങ്ങളിൽ ഒരെണ്ണത്തിന് മാത്രം സ്റ്റഡി ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെ അവരെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കൃത്യമായിട്ട് മോഡേൺ പ്രോട്ടോക്കോൾ വെച്ച് ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ റിസൾട്ട് വരണമെന്നില്ല. പക്ഷെ പലപ്പോഴും ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ വികല്പങ്ങൾ വെച്ചിട്ട് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇപ്പോൾ വാതശോണിതമാണ് എടുക്കുക, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ അതിനകത്ത് വാദത്തിന് പ്രാധാന്യമുള്ള, പിത്തത്തിന്, രക്തത്തിന് പ്രാധാന്യമുള്ള അവസ്ഥകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് നമ്മുടേതായ പ്രോട്ടോക്കോൾ വെച്ച് ചികിത്സിച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതവർ പിന്നെ സ്റ്റഡി ചെയ്തോട്ടെ. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ചിൽ ചെല്ലുമ്പോൾ അവരുടെ അപ്രോച്ചാണ് മാറാൻ പോകുന്നത്. കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് ഈ രോഗത്തിനെ കാണണം എന്നുള്ളൊരു അപ്രോച്ച് അവർക്ക് വരാനാണ് സാധ്യത. അത്തരത്തിൽ പോകണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു ബ്രേക്ക് കൂടി എടുക്കണം. സാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഏരണ്ടത്തിൻ്റെ പ്രയോഗം, അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, സാർ സ്നേഹപാനത്തിൽ നടത്തുന്ന കുറച്ച് മോഡിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ അതൊന്ന് കുറച്ചൊന്ന് എലാബറേറ്റ് ചെയ്യാൻ സാധിക്കും. സ്നേഹപാനം പൊതുവേ ഇത്തിരി ക്ലിഷ്ടതയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചും ഡോക്ടറെ സംബന്ധിച്ചും. അപ്പോൾ അത് നമ്മളെ അത് ചെയ്യുന്നതിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു രീതി ഞാൻ അവലംബിക്കാറുണ്ട്. അത് ശമന സ്നേഹപാനമായിട്ട്. അതായത് ഹ്രസ്വമാത്ര, നമ്മുടെ ഇതിൽ ഹ്രസ്വമാത്ര പറയുന്നത് ബ്രഹ്മണമായിട്ടാണ്. അപ്പോൾ അത് മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കാനാണ് പറയുന്നത്. അതൊന്ന് മാറ്റിയിട്ട് അച്ഛസ്നേഹപാനമായിട്ട് ഹ്രസ്വമാത്ര കൊടുക്കുക. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ വളരെ ഉപകാരമായിട്ട് കാണാറുണ്ട്. പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാണ്. അവർക്ക് ഒരുപക്ഷെ അവർക്ക് ജോലി പോലും തടസ്സപ്പെടാതെ അവർക്ക് ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ കഴിക്കാവുന്ന, വളരെ ചെറിയ കാലയളവിൽ കഴിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്ന ഒരു രീതി അവലംബിക്കാറുണ്ട്. അതായത് ശമന സ്നേഹപാനത്തിൻ്റെ അതേ പ്രോട്ടോക്കോളാണ്. രാവിലെ വിശപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. വിശപ്പ് വന്നു കഴിയുമ്പോൾ 15-20 മില്ലി മാത്രം. ഞാൻ കൂടുതലും തൈലങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് ഘൃതങ്ങളെക്കാളും. കാരണം നമ്മുടെ വാതവ്യാധിയിൽ തൈലങ്ങൾക്കാണ് പ്രാധാന്യം. നമ്മളത് ബാഹ്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ, ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഞാൻ പറയും. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ചെറിയ അളവിൽ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല വ്യത്യാസം വരും. പ്രത്യേകിച്ച് ഈ ഡീജനറേറ്റീവ് ഡിസീസിൽ, ന്യൂറോളജിക്കലായിട്ടുള്ള ഡീജനറേറ്റീവ് ഡിസീസിൽ, ന്യൂറോപ്പതിയിലൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ സ്നേഹപാനം. അപ്പോൾ അത് കൃത്യസമയം ആ അവസ്ഥയിൽ തന്നെ കൊടുക്കണം. ആദ്യമേ തന്നെ കൊടുക്കരുത്. ഒരു സെക്കൻഡ് സ്റ്റേജിൽ മാത്രമേ ഒരു സ്നേഹപാനത്തിലേക്ക് പോകാം. ആ അവസരത്തിൽ ഇതുപോലെ ഈ ശമന സ്നേഹപാനമായിട്ട് കൊടുക്കുമ്പോൾ വളരെ പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാണ്. അവർക്ക് ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ ഇത് കഴിക്കാം. ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് ദഹിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാം. അത് വളരെ പ്രയോജനമായിട്ട് കാണാറുണ്ട്. അതുപോലെ മറ്റൊരു ഇന്നോവേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഈ അവപീഡക സ്നേഹപാനത്തിൻ്റെ ഒരു സ്മോളർ വേർഷനാണ്. അതും നമ്മുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റായിട്ട് പറയുന്നതല്ല. പക്ഷെ ഞാൻ കണക്കാക്കുന്ന നമുക്ക് എല്ലാ വലിയ ട്രീറ്റ്മെൻറ്റ്സിനും ഒരു ചെറിയ വേർഷൻസ് ഉണ്ട്. രസായനത്തിനുണ്ട്, സ്നേഹപാനത്തിനുണ്ട്, വസ്തിക്കുണ്ട്, നസ്യത്തിനുണ്ട്. എല്ലാ പ്രൊസീജിയറിനും ഒരു ചെറിയ വേർഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനായിക്കൂടാ എന്നുള്ള ഇത് വെച്ചിട്ട് ഈ അവപീഡക സ്നേഹപാനം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അത് ഉത്തമ മാത്രയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവാണ്, പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ്. പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നത് റിസ്ക് ഉണ്ട്.
അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വേർഷൻ, അതായത് രാത്രിയാണ് ഞാൻ പ്രായോഗികമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് 2 ഡോസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ശമന സ്നേഹപാനത്തിൻ്റെ ഡോസ്, അതിൽ ഒരു ഡോസ് ആഹാരത്തിന് തൊട്ട് മുമ്പായിട്ട് കഴിപ്പിക്കുന്നു. അത് രാത്രി ഭക്ഷണത്തിന് മുമ്പ് ഒരു ചെറിയ ഡോസ് കൊടുക്കും, 5 മില്ലി കൊടുക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയും, ലൈറ്റ് ഫുഡ് കഴിക്കാൻ പറയും. അത് ദഹിച്ചതിന് ശേഷം രാവിലെ വിശപ്പ് വന്നതിന് ശേഷം രണ്ടാമത്തെ ഡോസായ 15 മില്ലിയോ 20 മില്ലിയോ കൊടുക്കും. അത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, BPH, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, അതുപോലുള്ള അധോനാഭിയിൽ വരുന്ന ഒരുപാട് അസുഖങ്ങൾ, പൈൽസിൻ്റെ ബ്ലീഡിങ് ആയാലും, അതുപോലെ ഈ യൂട്രൈൻ ഡിസോർഡേഴ്സിൽ, അതിനകത്തെല്ലാം ഈ രീതിയിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട്, ബ്ലീഡിങ് നിർത്താനും എല്ലാം ഇത് വളരെ സഹായകരമായിട്ട് കാണാറുണ്ട്. അതും ഞാൻ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. സാറ് സൂചിപ്പിക്കേണ്ടായി, നമ്മൾ തൈലങ്ങളുടെ പ്രയോഗം ബാഹ്യമായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ദുരുപയോഗം തന്നെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നമ്മുടെ കുറേ പഞ്ചകർമ്മം എന്നൊക്കെ പറയുന്ന, ആക്ച്വലി പഞ്ചകർമ്മം അല്ലാത്ത കുറേ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്കിത് പ്രയോഗിച്ച് വരുന്നുണ്ട്, ഫലം കാണുന്നുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാറിന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ട്? ഞാൻ പിന്നെ അതിൻ്റെ ഒരു ബഹിപരിമാർജനത്തിൻ്റെ ഒരു വലിയൊരു ലേഖനം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്താണ്, അത് ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ മോഡേൺ അറിവുകൾ വെച്ചിട്ട്, മോഡേൺ തോട്ട് വെച്ചിട്ട് നമ്മളതിനെ തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ചികിത്സിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും കോസ്റ്റ് കൂടുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ തക്രധാര, നമ്മൾ എന്തിനാണ് ഈ തക്രധാര ചെയ്യുന്നത്? അതേ മരുന്ന് തന്നെയാണ് നമ്മൾ തല പൊതിച്ചിലിന് ഉപയോഗിക്കുന്നത്. അതേ മരുന്നാണ് പണ്ട് തളമായിട്ട് വെച്ചിരുന്നത്. പിഴിച്ചിലും ഞവരക്കിഴിയും ചെയ്യുമ്പോൾ തളമായിട്ട് വെച്ചിരുന്ന നെല്ലിക്കാ തളത്തിൻ്റെ അതേ കോമ്പിനേഷനാണ് തക്രധാരയ്ക്കും തല പൊതിച്ചിലിനും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റെഫറൻസ് എവിടെയാണ് ഇത് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ തലപൊതിച്ചിൽ എന്താണ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ, പിന്നെ തക്രധാര പറ്റാത്തിടത്ത് തലപൊതിച്ചിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ തലപൊതിച്ചിൽ പറ്റാത്തിടത്ത് തക്രധാര ചെയ്യുന്നു. ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല. മറ്റൊരു ഉദാഹരണം, നമ്മൾ ക്ലാസിക്കലായിട്ട് ഉപയോഗിക്കുന്ന സാധനം കബളവും ഗണ്ടൂഷവും, ഇത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റിൽ പറയുന്നില്ല, എവിടെയാണ് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും നമുക്കില്ല. അതുപോലെ എല്ലാ ബാഹ്യമായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ലേപം എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവേ പറയുന്നത് അത് സ്കിന്നിൽ കൂടി അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ അബ്സോർബ് ചെയ്യുന്നു, അത് അവിടെ ലോക്കലായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇത് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ലോക്കൽ ആക്ഷൻ കിട്ടുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ശാസ്ത്രം വളരെ അൺസയൻറ്റിഫിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് പറഞ്ഞു വരുമ്പോൾ. ഒരുപാട് കോൺട്രഡിക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തൈലം നമ്മൾ തലയിൽ വയ്ക്കുമ്പോൾ അത് ചക്ഷുഷ്യമാണെന്ന് പറയുന്നു, അതേ തൈലം ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അചക്ഷുഷ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇതേ പ്രിൻസിപ്പിൾ വെച്ച് ആക്റ്റീവ് പ്രിൻസിപ്പിൾ അബ്സോർബ് ചെയ്യുന്നു, സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രം അശാസ്ത്രീയമായി. കാരണം അപ്പോൾ തൈലം എവിടെ എത്തുന്നു, എങ്ങനെ അത് ആക്ട് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഉത്തരം മുട്ടുകയാണ്. അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. യത് ബഹിസ്പർശമാശ്രിത്യ അഭ്യംഗസ്വേദ പരിഷേക ഉന്മർദ്ദനാദി ആമയാൻ പ്രമാഷ്ടി തത് ബഹിപരിമാർജനം എന്ന് തന്നെ ചരകൻ പറയുന്നുണ്ട്. അതുപോലെ ഏത് അന്തശരീരം അനുപ്രവിശ്യ ഔഷധം എന്ന് ഇൻറ്റേർണൽ മെഡിസിനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അബ്സോർപ്ഷൻ അല്ല അവിടെ മോഡ് ഓഫ് ആക്ഷൻ, അത് നമ്മുടെ സെൻസറി സ്റ്റിമുലൈ വെച്ചിട്ടാണ് ഇത് മുഴുവനും വർക്ക് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് വെച്ച് നമുക്കിത് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ പ്രൊസീജിയറും എവിടെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്വേദങ്ങൾ, നമ്മൾ പലതരം കിഴികൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനൊന്നും സ്പെസിഫിസിറ്റി ഇന്നില്ല. നമ്മളിന്ന് പഠിക്കുമ്പോൾ നമ്മൾ എത്ര അളവിലുള്ള തുണി വേണം, അതെങ്ങനെ കെട്ടണം, ഈ മരുന്ന് എങ്ങനെ ഉണ്ടാക്കണം, ഇതെല്ലാം നമ്മൾ ഒരു തെറാപ്പിസ്റ്റിന് ഉള്ള നോളേജ് മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഇതെവിടെയാണ് ഈ നാരങ്ങാക്കിഴി ചെയ്യേണ്ടത്, എവിടെയാണ് ഇലക്കിഴി ചെയ്യേണ്ടത്, എവിടെയാണ് പൊടിക്കിഴി ചെയ്യേണ്ടത്, ഇതിനൊരു സ്പെസിഫിസിറ്റി വരുന്നില്ല, പ്രായോഗികമായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പൊതുവേ അക്സെപ്റ്റഡ് ആണ്. ഒത്തിരി റെസിസ്റ്റൻസ് ഉണ്ട് അതിനെക്കുറിച്ച്. കാരണം ഈ അബ്സോർഷനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് അതിനകത്ത് പൊതുവേ ഒരു റെസിസ്റ്റൻസ് ആൾക്കാരുടെ ഇടയിൽ കാണാറുണ്ട്. എങ്കിൽ പോലും ആ എക്സ്പ്ലനേഷൻ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ വളരെ ഗുണം കാണുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് പലപ്പോഴും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുന്നതെന്നും
എന്തുകൊണ്ടാണ് ഇതിന് ഗുണം കിട്ടുന്നതെന്നും ചികിത്സ ലളിതമാക്കാനും ഒക്കെ എന്നെ അത് സഹായിക്കുന്നുണ്ട്. അത് ഒരുപാട് അത്തരത്തിൽ പ്രായോഗികമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് വരുത്താനും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അത് ഇൻറ്റേർണൽ മെഡിക്കേഷനിലും ഇത് ബാധകമാണ്. ഇപ്പോൾ വസ്തിയുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് മരുന്നുകൾ അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു യോഗം എടുത്തിട്ട് ഉദാഹരണത്തിന് വൈതരണ വസ്തിക്കകത്ത് പൊതുവേ ചെയ്യുന്നത് ധാന്വന്തരം തൈലം മെഴുഭാഗം ചേർക്കുകയാണ്. അത് അശാസ്ത്രീയമാണ് സത്യത്തിൽ. കാരണം അതൊരു യോഗമാണ്, അതൊരു ക്ഷാരവസ്ഥയാണ്, ആമത്തിൽ പറയുന്നൊരവസ്ഥയാണ്. അതിനകത്ത് മറ്റൊരു യോഗമായ ബ്രഹ്മണ സ്വഭാവമുള്ള ധാന്വന്തരം തൈലം ചേർക്കുന്നത് അശാസ്ത്രീയമാണ്. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്ത് അകത്തേക്ക് എത്തും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ്. അങ്ങനെ അല്ല, ഇത് അബ്സോർബ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആചാര്യൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മധുഷ്ണം എന്ന നിവാരിത അലബ്ധഭാഗം ആശ്വേവ തയോ യസ്മാൽ നിവൃത്തി എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനകത്ത് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചികിത്സാ ചെലവ് കുറയ്ക്കാൻ നമുക്ക് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തരം സംസ്കരിച്ച തൈലങ്ങൾ അതിനകത്ത് ചേർക്കാറില്ല, നല്ലെണ്ണ മൂപ്പിച്ചിട്ടാണ് ചേർക്കാറുള്ളത്. എനിക്ക് ഗുണം കിട്ടുന്നുമുണ്ട്. അപ്പോൾ ചിലവ് കുറയ്ക്കാൻ ഇത്തരം ശാസ്ത്രീയ ചിന്തകൾ സഹായിക്കും. അതുപോലെ നമുക്കിതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താം. ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിനകത്ത് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ഞവരയിൽ തന്നെ നിന്നു പോകുന്നത് എന്തിനുകൊണ്ടാണ് ഞവര ഉപയോഗിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഞവരക്കിടയിലെ സ്പെസിഫിസിറ്റി എന്താണ്, നമ്മൾ പറയുന്ന ബ്രഹ്മണമാണ്, അതിൽ നിന്ന് എന്തോ ഒരു ന്യൂട്രിയൻ്റ് അകത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ്. അതൊന്നും അല്ല ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം വസ്തുക്കളിലെല്ലാം നമുക്ക് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, വൈദ്യൻ്റെ യുക്തിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് വൈതരണവസ്ഥയിൽ ഞാൻ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഗോമൂത്രത്തിന് പകരം ധാന്യാമ്ലമാക്കിയിട്ടുണ്ട്. അതുപോലെ മിക്സിയിൽ ഞാനത് മിക്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലെൻഡർ വെച്ചിട്ട്. അതെ, അതൊക്കെ ആദ്യം ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് വളരെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. ധാന്യാമ്ലമാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഞാൻ കൊണ്ടുവന്നതാണ്. അതുവരെയും എല്ലാവരും പാലും ഗോമൂത്രവും മാത്രമാണ്. ധാന്യാമ്ലം നല്ലൊരു ആസ്ഥാപന യോഗ്യമായ ഒരു വസ്തുവാണ്, പെയിൻ റിലീഫിന് ഏറ്റവും നല്ലതാണെന്ന് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് മോഡിഫിക്കേഷൻസ് വേറെ ഞാൻ ഒരുപാട് വരുത്തിയിട്ടുണ്ട് വൈതരണാവസ്ഥയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ് വരുത്താൻ ഇത്തരം ശാസ്ത്രീയ ചിന്തകൾ സഹായിക്കും. അതുപോലെ ഇപ്പോൾ ചെയ്തു വരുന്നത് പലപ്പോഴും തക്രധാരയിൽ ആരോഗ്യതാതി ചേർത്തിട്ട് തക്രധാരയിൽ, അതൊന്നും ശരിക്കും ശാസ്ത്രീയമല്ല. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് ഈ മോരും ഈ ഔഷധങ്ങളും ആഗിരണം ചെയ്ത് സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ല അവിടെ ഉദ്ദേശം. അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റാണ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ. ശാസ്ത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരം അതിയുക്തികൾ എന്നാണ് ഞാൻ അതിനെ പറയുക. കാരണം എന്താണെന്ന്, എന്തുകൊണ്ട് നെല്ലിക്കയും മുത്തങ്ങയും എടുത്തു എന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അത് ഗുണം വെച്ചിട്ടാണ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അവിടെ ആരോഗ്യതാതി ചേർക്കുന്നത് യുക്തി അല്ല ശരി. അല്ല, പിഴിച്ചിലിന് നമ്മൾ പിണ്ടതൈലം കട്ടിയായിട്ട് പറയുന്ന ഓയിൻമെൻറ്റ് രൂപത്തിലുള്ള ഒരു തൈലത്തിനെ നമ്മൾ ഉരുക്കി പിഴിച്ചിൽ ചെയ്യുന്നത് ശരിക്കും അശാസ്ത്രീയമാണ്. അതെ, അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കൂടെ ശാസ്ത്രീയമായിട്ട് ചികിത്സിക്കാൻ പറ്റും. അതുപോലെ ഗന്ധതൈലം അഭ്യംഗത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിപ്പോൾ സാറ് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വസ്തുദ്രവ്യം കൂട്ടുമ്പോൾ അതിനൊരു ഓർഡർ പറയുന്നുണ്ട്, മാക്ഷികം, ലവണം, സ്നേഹം, കൽക്കം, ക്വാദം. അപ്പോൾ അതിൽ നിന്നൊരു കൊളോയിഡൽ സസ്പെൻഷൻ ആണ് ഉണ്ടാവേണ്ടതെന്ന്. അത് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്താൽ അത് കിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു പഠനം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. സാറിപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കി കാണുമല്ലോ. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു ചിന്താഗതിക്ക് പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രകടമായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രോബ്ലംസോ വരാതെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, അതേ ഓർഡർ തന്നെയാണ്. കാരണം ഓർഡർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അത് വരില്ല. തീർച്ചയായിട്ടും അതിൻ്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം തേനും ഇന്ദുപ്പും കൂടി നന്നായിട്ട് മിക്സ് ആവും, പക്ഷേ തൈലത്തിൽ ഇതേ ഇന്ദുപ്പിട്ടാൽ മിക്സ് ആവില്ല. അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. അത് വളരെ ഡെൻസിറ്റി കൂടിയ സാധനങ്ങൾ ആദ്യം മിക്സ് ചെയ്തിട്ട് അവസാനം ഏറ്റവും കുറഞ്ഞത് മിക്സ് ചെയ്യുന്നു. അത് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ വരുന്നൊരു പരിമിതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. പലപ്പോഴും അത് പ്രായോഗികമായിട്ട് അത് അത്ര നല്ല ബ്ലെൻഡിങ് നടക്കാറില്ല. വൈതരണവസ്ഥയൊക്കെ ചെയ്യുമ്പോൾ ഓരോ വസ്തുക്കളും പ്രത്യേകമായിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടന്നിട്ടുണ്ട് നമ്മുടെ കോളേജിൽ വെച്ച്. ആ ഒരു
അവസരത്തിൽ ഞാനിത് പ്രൂവ് ചെയ്തതാണ് അവിടെ വെച്ച്. സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. 3 രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അവിടെ കാണിച്ചു കൊടുത്തു. കാരണം ഒന്ന് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്തു, ഒന്ന് ഓർഡർ ഇല്ലാതെ ബ്ലെൻഡ് ചെയ്തു, ഒന്ന് ഓർഡറിൽ ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പലരും അത് പ്രായോഗികമായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ സാധനങ്ങൾ ചേർത്ത് തന്നെയാണ്. പക്ഷേ ബ്ലെൻഡിങ്ങിന് നമുക്ക് കുറേ കൂടി നല്ല രീതിയിൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ വസ്തുക്കളും ആഡ് ചെയ്യുന്ന സീക്വൻസ് അങ്ങനെ തന്നെ വേണം. പക്ഷേ ഉപയോഗിക്കുന്ന വസ്തു കൈകൊണ്ട് കടയുന്നതിന് പകരം അതെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പാർശ്വഫലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ അതിന് എതിരായിട്ട് പറയാറുള്ളത് ഫ്രോത്ത് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അതിനെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, പത വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് താൽക്കാലികമാണ്. അതിപ്പോൾ നമ്മൾ കൈകൊണ്ട് കടഞ്ഞാലും താൽക്കാലികമായിട്ട് ആദ്യം ഫ്രോത്ത് ഉണ്ടാവും. പക്ഷേ ഇത് കിട്ടുന്ന എമൽഷൻ എന്ന് പറയുന്നത് ഈ മെഷീനിൽ ചെയ്യുന്നത് വളരെ നല്ല എമൽഷൻ കിട്ടും. ഒന്നും സെപ്പറേറ്റ് ചെയ്യാതെ നല്ല എമൽഷൻ കിട്ടും. അത് ഞാൻ പലതവണ പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ എത്രയോ വർഷമായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പാർശ്വഫലങ്ങളും ഉണ്ടായിട്ടില്ല, ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷെ ഈ അറിവായിരിക്കും ഒരു വൈദ്യനെ ഒരു ഗ്ലോറിഫൈഡ് തെറാപ്പിസ്റ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കിന്ന് ആ ആക്സസും കുറഞ്ഞു വരികയാണ് അങ്ങനത്തെ അറിവുകളുടെ. സാർ ഇപ്പോൾ നേരത്തെ സിദ്ധയുടെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, എസ്പെഷ്യലി സ്നേഹപാനത്തിൻ്റെ ഒക്കെ കോൺടെക്സ്റ്റ് പറഞ്ഞപ്പോൾ സിദ്ധയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ മോഡിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് സാറിന് സിദ്ധയിലും ഒരു അഗാധമായിട്ടുള്ളൊരു അറിവുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൽ നീറ്റ് മരുന്നുകളുടെ പ്രയോഗം ഇപ്പോൾ കേരളത്തിൽ ആ ഒരു സമ്പ്രദായം വളരെ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ രസൌഷധികളൊക്കെ വളരെ ഒരുപക്ഷെ കൂടുതൽ രസൌഷധികളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് എസ്പെഷ്യലി ഇപ്പോൾ ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും മറ്റും രസൌഷധങ്ങളുടെ ഒരു റോൾ എന്താണെന്നോ അല്ലെങ്കിൽ അത് സാറിൻ്റെ പ്രാക്ടീസിൽ എന്തെങ്കിലും അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടുള്ള സിദ്ധേനെ ഞാൻ ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ചൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. രസൌഷധികൾ ഞാൻ പൊതുവെ കുറച്ചാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം നമുക്ക് റിലയബിളായിട്ടുള്ള ഡ്രഗ്സ് ആണോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെ എഫക്റ്റീവ് ആണെങ്കിൽ പോലും പേഷ്യൻറ്റിന് ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോബ്ലം വരരുതെന്നുള്ളത് കൊണ്ട് ഞാനത് വളരെ പരിമിതമായിട്ടേ ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. വളരെ ലിമിറ്റഡായിട്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം കേസുകളിൽ ഞാൻ അഭ്രകഭസ്മം പോലുള്ളത്, രസസിന്ദൂരം, കുറേ സേഫായിട്ടുള്ള നല്ല കമ്പനികളുടെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ ചെറിയ അളവിലും ആവശ്യത്തിന് മാത്രമേ, ലോങ് ടേം ഉപയോഗിക്കാറില്ല, വളരെ ചെറിയ കാലയളവിലേക്ക് ഉപയോഗിക്കാറുണ്ട്. അത് നല്ല വ്യത്യാസം വരുന്നുമുണ്ട്. മറ്റു മരുന്നുകളുടെ കൂടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അത് തനിച്ചല്ല. അത് തീർച്ചയായിട്ടും ഞാൻ പരിമിതമാണെങ്കിലും ഞാൻ ഉപയോഗിക്കാറുണ്ട്. സാറ് ഈ പറഞ്ഞ ആ ഒരു വാക്ക് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു, നല്ല കമ്പനികൾ എന്ന് ഉദ്ദേശിച്ചത്. അതായത് പ്രത്യേകിച്ച് രസൌഷധികളുടെ കാര്യത്തിൽ അതിൻ്റെ ആ പാകം വരുന്ന സമയവും ദഗ്ധമായി പോകാനുള്ള സ്റ്റേജൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് ഇൻഡിവിജ്വലി നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ശശികുമാർ സാറിനൊക്കെ പോലെ ചെയ്യുന്നവരുണ്ട്. ഇത് രസൌഷധികളുടെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കൺവെൻഷനലി നമ്മൾ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ കാര്യത്തിലായിക്കോട്ടെ, ഒരു നമ്മൾ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ കമ്പനികൾ തീർച്ചയായിട്ടും നമ്മുടെ ടൂളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡ്സിൽ സാറിന് എന്തെങ്കിലും ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു മരുന്ന് നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ കമ്പനികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി മുന്നോട്ട് അങ്ങോട്ട്? കാരണം ആയുർവേദം പ്രകൃതിദത്തമായിട്ടുള്ള റിസോഴ്സുകളെ ചൂഷണം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് ആ മേഖലയിലൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എന്തെങ്കിലും ഇൻസൈറ്റ്സ്? എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഒരു രീതി, കാരണം കുറേ വലിയ വലിയ മരുന്നുകൾ ഉപയോഗിക്കുന്ന രീതി മാറണം. ശരിക്കും വളരെ ചെറിയ കോമ്പിനേഷൻസ്, ഏറ്റവും ആവശ്യമുള്ള കോമ്പിനേഷൻസിലേക്ക് പരിമിതപ്പെടുത്തണം. ഒരുപാട് തൈലങ്ങൾ, ഇതൊന്നും നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ആവശ്യമുള്ള മരുന്നുകൾ പരിമിതമായിട്ട്. അതുപോലെ എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്, സിംഗിൾ ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ അത് നമുക്ക് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും ഡോക്ടേഴ്സ്. നമ്മുടെ ഒരു പഴയ രീതിയിലേക്ക് പോകാൻ പറ്റും. അതാണ് ശരിക്കും വേണ്ടത്. അതൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പൗഡർ ഫോമിൽ കിട്ടുകയാണെങ്കിൽ, അത് ബോട്ടിൽ കഷായങ്ങൾ, അതൊക്കെ നമ്മൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ആവശ്യമില്ലാത്ത ഒരുപാട് മരുന്നുകൾ, വലിയ വലിയ കോമ്പിനേഷൻസിലുള്ളതൊക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമില്ല. ചെറിയ മരുന്നുകളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ദശമൂലം, അതുപോലെ ത്രികടു, ഇങ്ങനത്തെ മരുന്നുകൾ നമുക്ക് പ്രത്യേകം, ഗുഡൂജി, ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പല കോമ്പിനേഷൻസും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും.
ആവശ്യത്തിനനുസരിച്ച്. അത്തരം ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ ആവശ്യമുള്ള ഇപ്പോൾ സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെൻറ്റ്, അത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കൂടെ ഉള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സ്നേഹപാനത്തിനൊക്കെ ഇപ്പം പരിമിതമായ തൈലങ്ങളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടുകയും ഈ ബാഹ്യ ഉപയോഗത്തിനുള്ള മരുന്നുകളുടെ എണ്ണം കുറയ്ക്കുകയും അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുകയും ഏറ്റവും പരിമിതമായിട്ടുള്ള മരുന്നുകൾ മതി. ശരിക്കും നമുക്ക് കുറച്ച് മരുന്നുകൾ മതി, പക്ഷേ അത് എഫക്റ്റീവായിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നല്ല ഒരുപാട് കോമ്പിനേഷൻസ് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് വരാതെ ഉണ്ട്. അതൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് ക്ലിനിഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിലേ അവർക്കത് പ്രൊഡക്ഷനും സാധിക്കുള്ളൂ. അപ്പോൾ കുറേ കൂടി സ്പെസിഫിക് ആയിട്ട് ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാവണം. മിനിമം മെഡിസിൻസ് ഉപയോഗിച്ച് ചികിത്സിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വലിയ പ്രിസ്ക്രിപ്ഷൻസാണ് കാണുന്നത്, അത് കുറയ്ക്കണം. 1 2 മരുന്നുകളായിട്ടാണ് ഞാനിപ്പോൾ കഴിയുന്നത് 1-ലാക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അല്ലെങ്കിൽ 2 3 അതിൽ കൂടുതൽ ഞാൻ എഴുതാറില്ല. അപ്പോൾ എത്രയും എണ്ണം കുറയ്ക്കുന്നോ അത്രയും രോഗിക്കും നല്ലതാണ്, ഡോക്ടർക്കും നല്ലതാണ്. ഇത് പലരും ഒരു ഞെട്ടലോടുകൂടിയായിരിക്കും സ്വീകരിക്കേണ്ടത്. എങ്കിലും ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു വളരെ വിഷണറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഒരു വലിയ മരുന്നിനെ പറ്റിയിട്ട് ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല കമ്പനികൾ ഇനി ചെയ്യേണ്ടത്. അതായത് ഒരു DIY അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച്, ഒരു ഡോക്ടർക്ക് അയാളുടെ അറിവ് ഉപയോഗിച്ച് അയാളുടെ രോഗിക്ക് കൊടുക്കാവുന്ന രീതിയിൽ മരുന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള എനേബിളിംഗ് ആണ് കമ്പനികൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ 1-2 കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം സാർ. ഇപ്പോൾ ഈ സാർ അഗ്നിയുടെയൊക്കെ റോളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി സ്റ്റഡീസ് നമ്മുടെ ഈ ഗട്ട് മൈക്രോബയോമും ന്യൂറോളജിക്കൽ കണ്ടീഷൻസൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. സാറിന് അതിൻ്റെ അകത്ത് എന്താ ഒരു ഒബ്സർവേഷൻ ഉള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രത്തിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കോഷ്ടത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഡിസീസിൻ്റെ ഒറിജിൻ, ദോഷങ്ങളുടെ ഒറിജിൻ എല്ലാം കോഷ്ടത്തിലാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും കോഷ്ടത്തിലോട്ടാണ്. എല്ലാം കോഷ്ടത്തിലേക്ക് കൊണ്ടുവന്ന്, പഞ്ചകർമ്മമാണെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. കോഷ്ടത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നോക്കിക്കൊണ്ട് തന്നെയാണ് ചികിത്സിക്കേണ്ടത്. ഞാൻ പ്രായോഗികമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ കോഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ആനുലോമ്യം എന്ന് പറയുന്നത് ശരിക്കും കോഷ്ടത്തിൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. അത് വന്നു കഴിയുമ്പോൾ തന്നെ ഭൂരിഭാഗം ഇപ്പോൾ മാനസിക രോഗങ്ങളിൽ പോലും, ഇപ്പോൾ എപ്പിലെപ്സി പോലുള്ള രോഗങ്ങൾ ഞാൻ കുറേ എണ്ണം അത്തരത്തിൽ മാനേജ് ചെയ്തതിൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഒരു എപ്പിലെപ്സി പോലുള്ള കണ്ടീഷൻ വന്ന് നമ്മൾ ബ്രെയിനിലേക്ക് ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഈ പ്രാതിലോമ്യം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ, ആനുലോമ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഇത്തരം രോഗങ്ങൾ ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് മോഡേൺ മെഡിസിൻ വിഡ്രോ ചെയ്യാൻ പറ്റും. ലൈഫ് ലോങ് കഴിക്കേണ്ട മരുന്നുകൾ വിഡ്രോ ചെയ്യാൻ പറ്റാറുണ്ട്. ഒരുപാട് ഇപ്പോൾ മോഡേണായിട്ടും അത്തരത്തിൽ ഒരുപാട് പഠനങ്ങൾ, ഇപ്പോൾ വേഗസ് നെർവിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉദാവർത്തവും ഇതും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം മാനസിക രോഗങ്ങൾ വരെ വേഗസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലെ പോയി കഴിഞ്ഞാൽ അത് മാനസിക രോഗങ്ങൾ ഉണ്ടാക്കാവുന്നതും. അതുപോലെ വേഗോട്ടമിയാണ് അവരവിടെ ചെയ്യുന്നത്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാമെന്നും എല്ലാം പറയുന്നുണ്ട്. അതെ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ പ്രിൻസിപ്പിളിലുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അത് ഇപ്പോൾ ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രത്യേകമായിട്ടും ഇപ്പോൾ പാർക്കിൻസൺസ് ആയാലും എപ്പിലെപ്സി ആയാലും ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എല്ലാത്തിനകത്ത് നമ്മൾ കോഷ്ടം ശരിയാക്കുമ്പോഴാണ് രോഗം മാറുന്നത്. ബേസിക്കലി അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളത് മാത്രം വളരെ സിമ്പിൾ മെഡിസിൻ കൊണ്ട് അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ശരിയാവുന്നത്. നമ്മൾ ഈ ഡിസീസ് സ്പെസിഫിക് ആയിട്ട് പോകാതിരിക്കുകയാണ് പലപ്പോഴും വേണ്ടത്. സാറിൻ്റെ ഫാമിലിയെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു മ്യൂസിക് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ കർണാട്ടിക് മ്യൂസീഷ്യനായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രൊഡ്യൂസറായിരുന്നു. അച്ഛൻ മുഴുവൻ സമയവും പാട്ടിൽ അർപ്പിച്ച ഒരു ജീവിതമായിരുന്നു. അമ്മയും ഗായികയാണ്, പിന്നണി ഗായികയും കൂടെയാണ്. ആദ്യകാല സിനിമാ ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ടുള്ള ആളാണ് ലളിത. അമ്മയും ക്ലാസിക്കൽ മ്യൂസിക്കാണ് പഠിച്ചിട്ടുള്ളത്. അമ്മയും പാട്ടുകാരിയാണ്. അതുപോലെ എൻ്റെ ചേച്ചി ശ്രീലത, അത് മ്യൂസിക് കോളേജിൽ പ്രൊഫസറായിട്ട്, അവിടുത്തെ കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ്, മ്യൂസിക്കായിരുന്നു, പക്ഷേ MA മ്യൂസിക്കാണ്. ജ്യേഷ്ഠനും മ്യൂസിക്കാണ് ഫീൽഡായിട്ട് എടുത്തിട്ടുള്ളത്. G. ശ്രീറാം, അദ്ദേഹവും പിന്നണി ഗായകനാണ്.
ചേട്ടൻ്റെ മകള് കാഞ്ചനയും പാടും, ചേച്ചിയുടെ മകള് ഇന്ദു പാർവതി മോളും പാടും. പിന്നെ മൂന്നാമത്തെ ആളാണ് ഞാൻ സംഗീതത്തിൽ നിന്ന് മാറി, രാഗത്തിൽ നിന്ന് മാറി രോഗം ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ എൻ്റെ വൈഫ് ഡോക്ടർ സ്മിത, ഇപ്പോൾ ഇവിടെ ഈ പഥ്യ ഹോസ്പിറ്റൽ നടത്തിയിരുന്നത് വൈഫാണ്. ഇപ്പം ഞാൻ അതിൽ ചേർന്നു എന്നേ ഉള്ളൂ. ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ മകള് ഇപ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ സെക്കൻഡ് പ്രൊഫഷൻ BAMS പഠിക്കുന്നു, ഗോപി ചന്ദന. മകൻ കാശ്യപ് ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിലാണ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. നിങ്ങൾ ഈ ഒരു അഭിമുഖത്തിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമുക്ക് കേരള ആയുർവേദ ലിമിറ്റഡിൻ്റെ ഒരു മുഖമുദ്ര എന്നുള്ള രീതിയിലുണ്ടായിരുന്നു കേരള ആയുർവേദ വൈദ്യം എന്ന് പറയുന്ന ഒരു മാസികയുടെ റിവൈവലിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ്. അപ്പോൾ സാറിന് ഞങ്ങൾ ആ പഴയ മാസികകൾ കാണിച്ചപ്പോൾ മനസ്സിലായി സാറൊരു വളരെ എവിഡ് ഫോളോവർ ആയിരുന്നു. എല്ലാത്തിൻ്റെയും കോപ്പി തന്നെ സാറിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു റിവൈവൽ എന്നുള്ള രീതിയിൽ വൈദ്യം മാസിക മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് വൈദ്യത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഈ ആയുർവേദത്തിലെ പബ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എന്തെല്ലാമാണ് ഒരു മാസികയ്ക്ക് വേണ്ട കാര്യങ്ങൾ? വൈദ്യത്തിലാണെങ്കിൽ പോലും പഴയത് എന്തൊക്കെയായിരുന്നു നല്ലത്, ഇനി നമുക്ക് പുതിയത് എന്തൊക്കെയാണ് അതിൻ്റെ അത് ഉൾപ്പെടുത്താം, അങ്ങനെയൊക്കെ എന്തെങ്കിലും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും വൈദ്യത്തിൽ നല്ല ലേഖനങ്ങളായിരുന്നു, ഞാൻ സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അഗ്നിവേശൻ സാറിൻ്റെ ആ ലേഖനങ്ങൾ വളരെ നിലവാരമുള്ള ലേഖനങ്ങളായിരുന്നു. നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനം. അത്തരം ലേഖനങ്ങളാണ് വേണ്ടത്. കുറച്ച് ശാസ്ത്രീയമായ രീതികളെക്കുറിച്ചും ശാസ്ത്രത്തിൻ്റേതായ എക്സ്പ്ലനേഷൻസ്, ആയുർവേദ രീതിയിലുള്ള അതിൻ്റെ വിശദീകരണങ്ങളടങ്ങുന്ന ലേഖനങ്ങൾ ആവശ്യമാണ്. അതുപോലെ അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു തലമുറയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദ രീതിയിലല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു രോഗത്തിലാണെങ്കിൽ പോലും ആ രോഗത്തിനെ എങ്ങനെ സമീപിക്കണം, അതിൻ്റെ സംപ്രാപ്തി എന്തായിരിക്കണം, അതിൻ്റെ ചികിത്സാ തത്വം എന്തായിരിക്കണം, ഇത്തരത്തിലുള്ള ചിന്തയൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. അപ്പോൾ അത് മാറ്റുന്ന രീതിയിലുള്ള തത്വചിന്ത, അത് നമുക്ക് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇതുവരെ പൊതുവേ ഒരു നയം എന്ന് പറയുന്നത് തത്വം വേറെ പ്രയോഗം വേറെ എന്നുള്ളതാണ്. അങ്ങനെയല്ല, തത്വവും പ്രയോഗവും ഒരുപോലെ പോകേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അത് വരുന്ന ലേഖനങ്ങൾ വേണം. അതുപോലെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയറിങ്, അത് സാധാരണ രീതിയിൽ ഒരു കഥ എഴുതുന്നത് പോലെ അല്ലാതെ, പൊതുവേ നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്, ഒരു കഥ പോലെ അവതരിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് എവിഡൻസോട് കൂടിയുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അത് വളരെ ആവശ്യമാണ്. കാരണം അതിൻ്റെ ലോജിക്കും കൂടെ പറയണം. പൊതുവേ നമ്മുടെ ഒരു നയം എന്ന് പറയുന്നത് ഒരു രോഗം, അതിൻ്റെ ആധുനിക രീതിയിലുള്ള കുറേ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, അതിനെ ചികിത്സിച്ച കുറേ മരുന്നുകളുടെ പേരെഴുതുന്നു, അവസാനം അല്ലെങ്കിൽ ആ ഒരു രോഗത്തിനെക്കുറിച്ചാണെങ്കിൽ ഇത്തരം കുറേ ഓപ്ഷൻസ് കൊടുക്കുന്നു വായനക്കാർക്ക്. ഇത്തരം എല്ലാ കൽപ്പനകളിൽ നിന്നും കുറേ ഓപ്ഷൻസ് എടുത്തിട്ട് ഇത് അവസ്ഥാനുസരണം അല്ലെങ്കിൽ വൈദ്യൻ്റെ യുക്തി പോലെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് സാധാരണ കാണുക. അത് തെറ്റാണ്. അങ്ങനെയല്ല വേണ്ടത്. ആ കൊടുത്ത മരുന്നിൻ്റെ യുക്തി പറയാൻ സാധിക്കണം. അതുപോലെ ഈ കുറേ ഓപ്ഷൻസ് അല്ല കൊടുക്കേണ്ടത്, ആ ഓപ്ഷൻസ് എവിടെയാണ് ഉപയോഗിക്കുക, വൈദ്യൻ്റെ യുക്തി എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റണം. അപ്പോൾ ഒരു രോഗാവസ്ഥയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓരോ ഓപ്ഷൻസും എവിടെയാണ് സ്പെസിഫിക് ആവുക എന്ന് പറയാൻ, അതാണ് യുക്തി എന്ന് പറയുന്നത്. ആ യുക്തി നമ്മൾ പറയാൻ സാധിക്കണം. അതാണ് ആയുർവേദക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് പലപ്പോഴും പറയാറില്ല. അത്തരം യുക്തികൾ കൂടി പറയുന്ന എക്സ്പീരിയൻസുകൾ എവിഡൻസോടുകൂടി പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായിരിക്കും അടുത്ത തലമുറയ്ക്കും ഒരു പ്രചോദനമാവുക. അവർക്കത് വായിക്കാൻ ഉള്ളൊരു പ്രേരണയുണ്ടാവും, അത്തരത്തിൽ ചെയ്യാനുള്ളൊരു പ്രേരണയുണ്ടാവും. അതുപോലെ ഈ പ്രോട്ടോകോൾസ് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് അത്തരം ലേഖനങ്ങളാവാം, ഡ്രഗ്സിനെ പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങളാവാം, പുതിയ ട്രെൻഡ്സ്. പലപ്പോഴും നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്ന റിസർച്ച് ഡേറ്റകൾ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ അത്തരം അതിനായിട്ടൊരു ഒരു ഭാഗം മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും പുതുതായുള്ള റിസർച്ചുകൾ നടക്കുന്ന അത് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ലേഖനങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അട്രാക്റ്റീവ് ആവും, ഉപയോഗപ്രദവും ആവും. ഇപ്പോൾ നമുക്ക് കണ്ടതുപോലെ എന്നും അത് സൂക്ഷിച്ച് വയ്ക്കാനും അത് വായിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്യും.
അതിൻ്റെ തന്നെ ഒരു ഡിജിറ്റൽ വേർഷനും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറേ കൂടി റീഡബിലിറ്റി കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത്തരം ഇതും കൂടെ ഉണ്ടെങ്കിൽ ലിങ്കുകളോട് കൂടി ഇപ്പോൾ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കോട് കൂടിയൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ മികച്ച നിർദ്ദേശങ്ങളായിരുന്നു സാർ. എന്തായാലും പക്ഷാഘാതം എന്നുള്ളൊരു വിഷയത്തിൽ ശ്യാമകൃഷ്ണൻ സാറിൻ്റെ വിദഗ്ധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങിയത്. ലക്ഷ്യമിട്ടത് അതാണ്. എങ്കിൽ പോലും സമഗ്രമായിട്ട് വിദ്യാഭ്യാസ മേഖലയും ഇപ്പോൾ നമ്മുടെ പ്രാക്ടീസിൽ നിൽക്കുന്ന സാഹചര്യങ്ങളും അങ്ങനെ വളരെ സമഗ്രമായ ഒരു അറിവിൻ്റെ ഭണ്ഡാരം തന്നെ സാർ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയുണ്ടായി. സുദീർഘമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അതിൽ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒത്തിരി അറിവുകൾ തരാൻ സാറിന് സാധിച്ചു. അത് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കേരള ആയുർവേദ ലിമിറ്റഡിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കും വളരെ സന്തോഷം. KPLൻ്റെ പ്രത്യേകിച്ച് ഈ വൈദ്യം എന്ന് പറയുന്ന ഈ മാഗസീൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിലും എൻ്റെ കുറച്ച് ഐഡിയാസ് കൺവേ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയതിനും KPLനോടും ഈ ടീമിനോടും എല്ലാവരോടും എൻ്റെ നന്ദി അവതരിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി. താങ്ക് യു.